മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളോട് രണ്ടു വാക്ക് പറയണമെന്ന് പാസ്റ്റർ ആവശ്യപ്പെട്ടതുകൊണ്ട് വന്നതാണ്. ഇനിയൊന്ന് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു എന്നൊക്കെ വിചാരിക്കുമല്ലോ. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ആ കൂടെ രക്ഷിതാക്കൾക്കും പ്രയോജനപ്പെടും. എല്ലാവരും ഈ ശബ്ദം കേൾക്കുവാൻ പാകത്തിന് അല്ലെങ്കിൽ ഏകാഗ്രതയോടെ ശ്രദ്ധിക്കാൻ പാകത്തിന് അടുത്തിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. കാലവും കടൽത്തിരയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ പേര് ബേബി, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എങ്കിലും എന്നെ പരിചയപ്പെടുത്തുവാൻ എൻ്റെ അഡ്രസ്സായിട്ട് ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ആ വാക്യം എവിടെയാണെന്ന് കണ്ടെത്തി എഴുന്നേറ്റ് നിന്ന് വായിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം തരുന്നതായിരിക്കും. വാക്യം ഞാൻ പറയും, അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, എഴുന്നേറ്റ് നിന്ന് വായിക്കണം. ആദ്യം വായിക്കുന്ന ആൾക്ക് സമ്മാനം ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാവരും സമ്മതിച്ചോ? ആ വാക്യം ഇങ്ങനെയാണ്: ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമേ, നീ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. ഇതാണ് ആ വാക്യം. അതാണ് എൻ്റെ അഡ്രസ്സ് ദൈവത്തിൻ്റെ മുമ്പാകെ. ഒന്നുകൂടെ പറയണോ? കുറേ പേര് എഴുന്നേറ്റല്ലോ. ആദ്യം എഴുന്നേറ്റതാരാ? ആദ്യം എഴുന്നേറ്റ ആളിങ്ങോട്ട് പോരെ, ഒരു സമ്മാനം തരാം. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, പിന്നീട് പരിഗണിക്കാം. മോളാണോ വായിച്ചേ? ആരാ ആദ്യം വായിച്ചത്? മോളാണോ? ബിയ അല്ലേ? മോൾക്ക് ഇത് സമ്മാനം കൊടുക്കുകയാണ്. ഒരു പേനയാണ്. ഞാൻ ആ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് പോവാം, എന്തുകൊണ്ടാണ് അതെന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചെന്നുള്ളത്. പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഇവിടെ വായിച്ചതുപോലെ, ദൈവമേ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമേ. ഞാനത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചോദിച്ചു, എന്തിനാണ് ഞാൻ നിൻ്റെ അടുക്കൽ വരേണ്ടത്? നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനും ആവുന്നു. ഞാൻ എന്തിൽ നിന്നാണ് നിന്നെ വിടുവിക്കേണ്ടത്? ദൈവമേ, എൻ്റെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവം വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്? ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് എന്നെ സഹായിക്കണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇല്ലേ? പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടി അല്ലേ? പിന്നെ മുതിർന്നവരുടെ ഇരിപ്പുണ്ട്, ജോലി കിട്ടുന്നതിന് വേണ്ടി, വിവാഹം നടക്കുന്നതിന് വേണ്ടി, വീട് വയ്ക്കുന്നതിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാറുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസമെങ്കിലും ദൈവമേ, നീ ആഗ്രഹിക്കുന്ന അളവിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? ദൈവത്തിൻ്റെ ഡിമാൻഡ്, നമ്മളോടുള്ള ഡിമാൻഡ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അത് ദൈവത്തിൻ്റെ ഡിമാൻഡാണ്. നാം നമുക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. രണ്ടാമത് ദൈവം നമ്മളോട് കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. ഇല്ലേ? ഇന്നുവരെ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങേ സ്നേഹിപ്പാൻ ഒരവസരം, ഒരു ദിവസമെങ്കിലും സ്നേഹിപ്പാൻ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. ചില കാര്യങ്ങൾ കേട്ട് അപ്പോഴേ കരച്ചിൽ വന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? ഏതെങ്കിലും ആൾക്കൊരു അപകടം പറ്റി, അതിൽ നിന്ന് വിടുവിക്കണം. നമ്മുടെ സ്വന്തക്കാരാണെങ്കിൽ നമ്മൾ കണ്ണുനീരോടെ, ആത്മാർത്ഥതയോടെ, ബേഡൻ ഇല്ലേ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കും. ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ഒരാഗ്രഹം നമ്മിലെല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പോൾ മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, വിവിധ നിലയിലുള്ള ഗ്രൂപ്പാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാൽ മാതാപിതാക്കൾ വിചാരിക്കും, അയ്യേ എന്തൊരു മോശമാണ്.
മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുക അയ്യോ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇന്നത്തെ വിശേഷ ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഇന്നത്തെ ദിവസം ക്രിസ്മസ് ആണ്. പക്ഷെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളെല്ലാം ജനുവരി 7 നമ്മളിവിടെ ഡിസംബർ 25. ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണോ, ചേട്ടാ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് 64 വയസ്സ് തികഞ്ഞു എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെ കിട്ടി 64 വയസ്സ്? അപ്പോൾ അദ്ദേഹം മറുപടി പറയാണ് എൻ്റെ ജനന തീയതി 1961 ഡിസംബർ 28 എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ 1961 എങ്ങനെ കിട്ടി ചേട്ടാ എന്ന് ചോദിച്ചാൽ അവിടെ സ്റ്റോപ്പായി അല്ലേ? അവിടെ സ്റ്റോപ്പായി. ആർക്കെങ്കിലും പറയാമോ? വെളിമ്പ്രദേശത്ത് ആടുകളെ കാവൽ ചെയ്തുകൊണ്ടിരുന്ന ഇടയന്മാരോട് ദൂതൻ അറിയിച്ചു. എന്താ അറിയിച്ചു? സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജനന തീയതി. മനസ്സിലായോ? ലോക ചരിത്രത്തെ BC എന്നും AD എന്നും 2 പകുത്തുകൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായി. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ കലണ്ടറും തീയതിയും ജനന തീയതിയുമെല്ലാം. നിരീശ്വരനായിക്കോട്ടെ, റഷ്യയിൽ ജനിച്ചവനായാലും അമേരിക്കയിൽ ജനിച്ചവനായാലും ഇന്ത്യയിൽ ജനിച്ചവനായാലും, ദൈവമില്ല എന്ന് പറയുന്നവനാണെങ്കിലും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനാണെങ്കിലും അവർക്കിടെ എല്ലാം ജനന തീയതി നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു ജനിച്ച തീയതി അതനുസരിച്ചാണ് അല്ലേ? ഇന്ന് 2025 ഡിസംബർ 25 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ രക്ഷിതാവ് ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം 2025 വർഷം 12 മാസം 25 ദിവസം എന്നാണ് അർത്ഥം. പക്ഷേ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവർ, ക്രിസ്തുവിനെ എതിർക്കുന്നവർ ഇത് അറിയുന്നില്ല. ചൊവ്വയിലേക്ക് മനുഷ്യനെ വിടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു ഉപഗ്രഹം വിടണമെങ്കിൽ, ഗഗനസഞ്ചാരികൾക്ക് പോകണമെങ്കിൽ എല്ലാം ഈ കലണ്ടർ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവ് ജനിച്ചതിന്റെ പ്രത്യേകത. ഇനി അതിൻ്റെ ഒരു പഴയൊരു ഹിസ്റ്ററി ഉണ്ട്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നു. പെസഹ കുഞ്ഞാടിനെ എടുക്കേണ്ട മാസത്തിൽ ദൈവം അവരോട് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് ആണ്ടിന്റെ ആരംഭമായ 1-ാം മാസമായിരിക്കണം. അത് ആബീബ് മാസം, യവക്കൊയ്ത്തിന്റെ കാലം. ആ മാസം, അത് പഴയ നിയമത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്ന പെസഹ കുഞ്ഞാടിനെ എടുത്തപ്പോൾ പോലും ആണ്ടിന്റെ ആരംഭമായ 1-ാം മാസമെന്ന് അവരോട് പറഞ്ഞു. ആ യേശു അക്ഷരപ്രകാരം കാലത്തികവിങ്കൽ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ലോക ചരിത്രം മുന്നോട്ട് പോകുന്നത്. യേശുവിനെ അതിൽ നിന്ന് മാറ്റിയാൽ എൻ്റയർ ഹിസ്റ്ററി വിൽ ബി ഇൻ ഡാർക്ക്നെസ്. എല്ലാ ചരിത്രവും ഇരുട്ടത്തായിരിക്കും. പിന്നെ ഒന്നും പറയാനില്ല. ബാക്കി ഏതെല്ലാം കലണ്ടറുണ്ടോ അതെല്ലാം ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കഥ. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞല്ലേ? ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ഞാൻ ആൻസർ ഷീറ്റ് വായിക്കുമല്ലോ അല്ലേ? ടീച്ചർ വന്നല്ലേ? പണ്ട് ഇതുപോലെ 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൻസർ ഷീറ്റ് വായിച്ചൊരു കഥ പറയാം. പരീക്ഷ കഴിഞ്ഞു. ഷീറ്റ്, സയൻസിന്റെ പേപ്പർ, മഴ പെയ്യുന്നത് എങ്ങനെ എന്നതായിരുന്നു ചോദ്യം. ഷീറ്റ് എഴുതു, ആൻസർ ഷീറ്റ് വായിക്കുകയാണ് ക്ലാസ്സിൽ. ആ കുട്ടി ഉത്തരം എഴുതി വെച്ചിരിക്കുന്നതാണ് ചറപറ 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 ചറപറ. എല്ലാ കുട്ടികളും പെട്ടെന്ന് ആർത്ത് ചിരിച്ചു. പക്ഷേ പലരുടെയും ചിരി പെട്ടെന്ന് നിന്നുപോയി. എന്തായിരിക്കും ഒരു ചിരി നിർത്താൻ കാരണം? അടുത്തത് എൻ്റെ പേപ്പറാണെങ്കിലോ എന്നുള്ള ചിന്ത ഉണ്ടായിട്ട് പെട്ടെന്ന് നിർത്തി. കുട്ടികൾ മോശക്കാരൊന്നുമല്ല അല്ലേ? ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണവായുവാണ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മനുഷ്യരുടെ എല്ലാം ജീവൻ നിലനിർത്താൻ ഓക്സിജൻ ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ ഓക്സിജൻ കണ്ടുപിടിച്ചത് 1774 ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റ് ആണ്, ഒരു തിയോളജിസ്റ്റ് ആണെന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്സിജൻ കണ്ടുപിടിച്ച ആളുടെ പേരെന്തെന്ന്? ജോസഫ് പ്രീസ്റ്റ്ലി. 1774.
അപ്പം ഈ കുട്ടി ചോദിക്കുകയാണ്, അപ്പം ടീച്ചറെ അതിനു മുമ്പുള്ളവരൊക്കെ എന്താ ചെയ്തേ? മനസ്സിലായില്ലേ അല്ലേ? ഇവിടെ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്സിജൻ കണ്ടുപിടിച്ചതെന്നാ 1774. അപ്പം അതിനു മുമ്പുള്ള മനുഷ്യർ എന്ത് ചെയ്തു? അതാണ് ആ കുട്ടി ചോദിച്ചത്. ന്യായമല്ലേ? അപ്പോഴാണ് ടീച്ചറും ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലോ, അതിനു മുമ്പുള്ളവരൊക്കെ എന്താ ചെയ്തത്? അപ്പം നമുക്കൊരു പിന്മഴയുടെ ആവശ്യമുണ്ട്. മഴയിലേക്ക് തിരികെ വന്നാൽ, മഴ എന്ന് മുതലാണ് ഭൂമിയിൽ പെയ്യാൻ തുടങ്ങിയത്? നോഹയുടെ കാലം മുതൽ. അത് ആദാം ഉണ്ടായിട്ട് എത്ര വർഷമായി അന്നേരം? നോഹയുടെ കാലത്ത് മഴ പെയ്യുമ്പോൾ ഏകദേശ കണക്ക് 1656 വർഷമാണ്. അപ്പം അതുവരെ എന്തേ മഴ പെയ്യാതിരുന്നേ? സൂര്യൻ ഉണ്ടായിരുന്നില്ലേ? സമുദ്രം ഉണ്ടായിരുന്നില്ലേ? നദികൾ ഉണ്ടായിരുന്നില്ലേ? എന്തേ മഴ പെയ്യാതിരുന്നേ? ഉത്തരം കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പം നമുക്കൊരു പിന്മഴ ആവശ്യമുണ്ട്. പിന്മഴ പെയ്തില്ല എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഇന്നിവിടെ പറയുന്നതെല്ലാം വെറുതെയാണ്. ഹൃദയത്തെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ, നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ, ചിലർ 30, ചിലർ 60, ചിലർ 100 മേനി വിളയണമെങ്കിൽ ഒരു പിന്മഴ ആവശ്യമുണ്ട്. ഇല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, എങ്ങനെയാ? പിന്മഴയിൻ കാലമിതാകയാൽ മാരിയാകുമാശീസന്നിലൂറ്റണേ. പിന്മഴയിൻ കാലമിതാകയാൽ മാരിയാകുമാശീസന്നിലൂറ്റണേ. വിലയേറുമാദ്യ വിളവായി തീരുവാൻ സൽഗുണപൂർണനാക്കി തീർക്കണമേ. വിലയേറുമാദ്യ വിളവായി തീരുവാൻ സൽഗുണപൂർണനാക്കി തീർക്കണമേ. ഇതെൻ്റെ വിഷയം പർട്ടിക്കുലറായിട്ട് ടോപ്പിക് ഉണ്ട്. എങ്കിലും എൻ്റെ പ്രധാന കണ്ണി നമ്മുടെ നട്ടല് പോലെ അല്ലെങ്കിൽ സുഷ്മന നാഡി പോലെ മുന്നോട്ട് പോകുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എച്ച് എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്. 3 H ആണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഹംബിൾ, ഹ്യൂമിലിറ്റി, വിനയം, മലയാളത്തിലാണെങ്കിൽ വി. രണ്ടാമത് ഹോളിനെസ്, വിശുദ്ധി. മൂന്നാമത്തത് ബി ഹാർവസ്റ്റഡ്, നല്ല വിളവായി കളപ്പുരയിൽ കൂട്ടിച്ചേർക്കപ്പെടുക. ഇതാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സ്കൂളുകളിൽ, കോളേജുകളിൽ, ITI, അനാഥാലയങ്ങളൊക്കെ പോയിട്ട് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് ഈ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എന്തിനാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ പറയാം, എൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ടു ചാനലൈസ് ദ പൊട്ടൻഷ്യൽ മാൻ പവർ ഇൻ ടു ലൈവ് വൺ സോ ദാറ്റ് they should get gainful employment and extend the benefit to the society. നിങ്ങൾ യുവാക്കൾ വളർന്നു വന്നാൽ അടുത്ത തലമുറ, നിങ്ങൾ നല്ല നിലയിൽ വളർന്നു വന്നാൽ മാത്രമേ നല്ലൊരു തലമുറ ഇവിടെ നിലനിൽക്കൂ. അടുത്ത പൗരന്മാരാണ് നിങ്ങൾ. രാജ്യത്തെ ഭരിക്കേണ്ടവരാണ്, സഭയിൽ പ്രവർത്തിക്കേണ്ടവരാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ ചാനലൈസ് ചെയ്യുക. എന്താ ചാനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഓവർഹെഡ് ടാങ്ക് കണ്ടിട്ടുണ്ടോ? വെള്ളം സംഭരിച്ചിരുന്ന ടാങ്ക്. അതിനകത്ത് വെള്ളം കിടന്നാൽ നമുക്ക് വീട്ടിൽ കിട്ടുമോ? ഇല്ല. അത് ചാനലൈസ് ചെയ്യണം. പൈപ്പ് ഇട്ട് കൊണ്ടുവരണം. ചാനൽ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ടാങ്കിൽ കയറ്റി അവിടെ നിന്ന് ചാനൽ ഇട്ടാലേ ബാത്റൂമിലും കിച്ചണിലും എല്ലാം നമുക്ക് വെള്ളം കിട്ടും, അല്ലേ? അത് ഇതുപോലെ ഞാനൊരു ദിവസം പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് കർഷകർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. 2011 ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി ഈ 3 ജില്ലകൾ ഒത്തിരി കർഷകർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ ആ 3 ജില്ലകളെ സൂയിസൈഡ് പ്രോൺ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കർഷകരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, കൃഷിഭൂമിയെ പിടിച്ചു നിർത്തണം. കർഷകർ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, കൃഷിഭൂമി മണ്ണിട്ട് നികത്താൻ പാടില്ല. അപ്പം നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പം ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടി കൃഷിഭവനും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും കൂടി ചേർന്ന് വളരെയധികം സ്ഥലങ്ങളിൽ ക്ലാസ് നടത്തി. അപ്പം ഞാൻ അങ്ങനെ കൃഷി ഓഫീസറുമായിട്ട് വണ്ടിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഭാരതപ്പുഴയുടെ കുറുകെ
കോൺക്രീറ്റ് ചെയ്ത വലിയ വരമ്പ് പണിത് വെച്ചിട്ടുണ്ട്, വീതിയുള്ള നടപ്പാത പോലെ. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ട് കാണുക. അപ്പം ഞാൻ ഈ കൃഷി ഓഫീസറോട് ചോദിച്ചു, ഇത് എന്താ സാറേ ഈ പുഴയ്ക്ക് നടുക എങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തടയണയാണ്. തടയണ എന്താ കാര്യം? മലമ്പുഴ ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം നേരെ അങ്ങ് ഒഴുകിപ്പോയാൽ പൊന്നാനി ചെന്ന് അറബിക്കടലിൽ ചേരും. നമുക്ക് ഒരു പ്രയോജനമില്ല. അപ്പം അവിടെ നിന്ന് തുറന്നു വിടുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് കെട്ടി നിർത്തി പതുക്കെ നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം ഉണ്ടാവണം, കുളങ്ങളിൽ വെള്ളം ഉണ്ടാവണം, തുണി അലക്കാനും മറ്റാവശ്യങ്ങൾക്കെല്ലാം വെള്ളം കിട്ടണം. അതുകൊണ്ട് തടയണ സൃഷ്ടിക്കും. ഇതുപോലെ നിങ്ങൾ യുവാക്കൾ അല്ലേ, അത് മാൻ പവറാണ്. എങ്ങനെയുള്ള മാൻ പവറാണ്? പൊട്ടൻഷ്യൽ മാൻ പവർ. നിങ്ങളെക്കൊണ്ട് രാജ്യത്തിന് പ്രയോജനം കിട്ടേണ്ടവരാണ്, നിങ്ങളെക്കൊണ്ട് കുടുംബത്തിന് പ്രയോജനം കിട്ടേണ്ടവരാണ്, നിങ്ങളെക്കൊണ്ട് സമൂഹത്തിന് പ്രയോജനം കിട്ടേണ്ടവരാണ്. അപ്പം നിങ്ങളെ ചാനലൈസ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ഒഴുകിപ്പോയാൽ ഒക്കുകയില്ല. വെള്ളം പോയതുപോലെ അങ്ങ് പോയാൽ എന്ത് ചെയ്യും? അറബിക്കടലിൽ ചെന്ന് ചേരും, ആർക്കും പ്രയോജനമില്ല. അവിടെ നിങ്ങളെ ചാനലൈസ് ചെയ്യണം. അപ്പം ടു ചാനലൈസ് ദ പൊട്ടൻഷ്യൽ മാൻ പവർ ഇൻ ടു ലൈവ് വൺ. വെറുതെ കെട്ടിക്കിടക്കാനും പാടില്ല, അതിനെ ലൈവായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഗൈഡൻസ്. അപ്പം നിങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ യു ഷുഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ്. ശമ്പളം കിട്ടുന്ന, നല്ല വേതനം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടണം. വേണ്ടേ? അതിനല്ലേ പഠിക്കുന്നേ അല്ലേ? അതിനല്ലേ പഠിക്കുന്നേ? ഇവിടെ ശ്രദ്ധിക്ക്, ജോലി കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങളെ കൊണ്ടുള്ള സേവനം സമൂഹത്തിന് തിരികെ കിട്ടണം. ഇന്ന് നമുക്ക് പലർക്കും അറിയാം, പഠിച്ച് PSC പരീക്ഷ എഴുതി, UPSC പരീക്ഷ എഴുതി, നല്ല സ്ഥാനത്തെത്തി, IAS കിട്ടി, IPS കിട്ടി, പലരും ജോലി കിട്ടി എന്നുള്ള പേര് മാത്രം ജയിലിൽ കിടക്കുന്നവരുണ്ട്. എന്താ കാരണം? കൈക്കൂലി, അഴിമതി അല്ലേ? ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ 2 കാര്യം പഠിപ്പിക്കും. ഒന്ന്, ജോലി കിട്ടുവാൻ എന്ത് ചെയ്യണം, ജോലി കിട്ടിയാൽ എന്ത് ചെയ്യണം. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് കിട്ടണം, നിങ്ങൾ അതുപോലെ സമൂഹത്തിന് പ്രയോജനമുള്ളവരായിത്തീരണം. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി, അതായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോടനുബന്ധിച്ച് ഒരു കാര്യം ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഓഫീസിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. മലബാറിലൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ തഹസിൽദാർ എന്നെ ഒരു ദിവസം ഫോണിൽ വിളിച്ചു. എൻ്റെ ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് സാറേ, ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്താ വിഷയം? എൻ്റെ മകൻ BTech EEE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 2 വർഷമായി 10 ഇൻ്റർവ്യൂവിന് പോയി, ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല സാറേ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു, മകനെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊന്ന് അയക്കൂ, നോക്കട്ടെ. പിറ്റേന്ന് മകൻ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വന്നു, BTech പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഞാൻ അവനോട് പല കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം പറയാൻ അറിയില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. മനസ്സിലുള്ള കാര്യം പറഞ്ഞറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. രണ്ടാമത്, അപ്പോൾ ഇവന് ഇൻട്രോവേർട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ പഠിച്ച കാര്യമൊന്ന് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു അവനോട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് കേട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, PCBയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു. സിമ്പിളാണ്, IT പഠിക്കുന്നവർക്ക് വരെ അറിയാം, അല്ലെങ്കിൽ ലേമാൻ അറിയാം, പത്രം വായിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അവനത് പറഞ്ഞില്ല. രണ്ടാമത് ഞാൻ വിചാരിച്ചെന്ന ചോദ്യം കട്ടി കൂടി പോയായിരിക്കും. എൻ്റെ മുറിയിൽ ഒരു ട്യൂബ്ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, ഇതുപോലത്തെ LED അല്ല, പഴയ ഫ്ലോറസെൻറ്റ്. ഞാൻ ചോദിച്ചു, ട്യൂബ്ലൈറ്റിനകത്ത് പൂശിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചു. അതും അവൻ അറിയില്ല. അപ്പം എന്ത് കാര്യം ആണ് അവൻ്റെ വീക്ക്നെസ്? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. 2, സബ്ജക്റ്റ് നോളജ് ഇല്ല. നിങ്ങളിവിടെ സ്കൂളിൽ പഠിക്കുന്നവർ കാണും, +2 ലെവലിലുള്ളവർ കാണും, ഡിഗ്രിക്കാർ കാണും, PGക്കാർ കാണും, പഠിച്ചു കഴിഞ്ഞവർ കാണും. ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ മാന്യമായിട്ട് പോകണം, മുടി വെട്ടുന്നതും ഡ്രസ്സിങ്ങും എല്ലാം അവർ ശ്രദ്ധിക്കും. പുറകിലിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങനെയൊന്നും കറങ്ങി നടക്കാൻ സാധിക്കില്ല. ജീവിതഭാരമെല്ലാം തലയിലാകുമ്പോഴത്തേക്കും നമ്മൾ ആ കഷ്ടത്തിലാവും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഞാൻ അപ്പം തന്നെ അവനെ ഇരുത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു, മോനെ, നിൻ്റെ ഫാദറിനൊന്ന് വിളിക്കട്ടെ, ഞാൻ വിവരമൊന്ന് പറയട്ടെ, നിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായി, നീയും ഫാദർ ഉള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേക്കാം. വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, തഹസിൽദാരെ വിളിച്ചു. സാറേ, പിന്നെന്താണ് വിഷയം? ഇവന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, ഇവൻ സബ്ജക്റ്റ് നോളജ് ഇല്ല, ഇവൻ 10 അല്ല 100 ഇൻ്റർവ്യൂവിന് പോയാലും ജയിക്കാൻ സാധ്യത കുറവാണ്.
അതുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന എവിടെയെങ്കിലും അയക്കണം. എന്നാലും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ അവന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ. 2, അവന് സബ്ജക്റ്റ് നോളജ് ഇല്ല, പഠിച്ച വിഷയങ്ങളെല്ലാം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. മുതിർന്ന കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇത് നിങ്ങൾക്കും കൂടി ആവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ അന്ന് ടച്ച് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവൻ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് അയക്കണം. അങ്ങനെ പറഞ്ഞ് ആ കാര്യം പറഞ്ഞു വിട്ടു. അതിവിടെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളും അത് ഉത്സാഹിക്കണം. കാരണം പഠിച്ചു കഴിഞ്ഞ് തേരാപ്പാര അങ്ങോട്ടും നടന്ന് ജോലിയില്ലാത്ത കഷ്ടപ്പെടാതിരിക്കാനാണ് പറയുന്നത്. അങ്ങനെ അനേകായിരം കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് സർവീസ് പീരീഡിൽ, എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് ലാസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ. അതുകൊണ്ട് പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇത് ലോകപ്രകാരമുള്ള ഗൈഡൻസാണ്. എന്നാൽ സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട് ഇതുപോലെ. ആരാണ് സ്പിരിച്വൽ ഗൈഡൻസ് തരുന്നത്? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ പോളിഷ് ചെയ്യാനുള്ളതാണ്. അകത്തെ മനുഷ്യനെ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലേ? തികഞ്ഞവരാക്കുന്നതാണ്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും തികഞ്ഞവരാക്കി തീർക്കുന്നതാണ്. പിതാവാം ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ സുവിശേഷ വേലക്കാർ, പിന്നെ അതർ സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊവൈഡേഴ്സ്, ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് ഇതുവരെയും തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് എന്തെന്ന്? ആദ്യം പറഞ്ഞ വാക്ക് ഹ്യൂമിലിറ്റി, 2ാമത് ഹോളിനെസ്, 3ാമത് ഹാർവസ്റ്റഡ്. ബി ഹാർവസ്റ്റഡ്. വിനയത്തോടെ, വിശുദ്ധിയോടെ നല്ല വിളവായി തീരുക, അല്ലേ? നല്ല വിളവായി തീരുവാൻ എന്താണ് തടസ്സം? എന്താണ് തടസ്സം? യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദി സ്നാനം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അനേകം യഹൂദന്മാർ വന്നു, അല്ലേ? യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. അതുപോലെ പതിര്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് മണി കളപ്പുരയിൽ കൂട്ടിവെക്കും. പിന്നെ എന്ത് ചെയ്യും? പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. എന്താ ഈ പതിരെന്ന് പറഞ്ഞാൽ? പതിരെങ്ങനെ ഉണ്ടാകുന്നേ? ആരെങ്കിലും പതിര് കണ്ടിട്ടുണ്ടോ? കുട്ടികൾ, പുതിയ ജനറേഷൻ? പഴയ ആളുകൾക്ക് അറിയാമായിരിക്കും, കൃഷിയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. പുതിയ ആളുകൾക്ക് അറിയാം, കുട്ടികൾക്ക് അറിയില്ലായിരിക്കും, ഇല്ലേ? പതിര് കണ്ടിട്ടുണ്ടോ? നെല്ല് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പതിരാകാൻ വേണ്ടി ജനിച്ചതല്ല അതുങ്ങൾ, വേറൊരു ഉപദ്രവം വന്നതുകൊണ്ട് പതിരായി പോയതാ. നെല്ല് നട്ടു, ഞാറ് വന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ പോത്ത് കതിര് വരും. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? കതിര് വരും, കതിര്. അത് 14 ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ മിൽക്കി സ്റ്റേജ് ആയിരിക്കും. പാല് പോലെയുള്ള ഒരു ദ്രവം, നല്ല മധുരം ഉള്ളതായിരിക്കും. മിൽക്കി സ്റ്റേജ്, മിൽക്കി സാപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, മിൽക്കി സ്റ്റേജ്. ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കും? ചാഴി എന്ന് പറയുന്ന ഒരു പ്രാണിയുണ്ട്. അതിന് കൊതുകിൻ്റെ കൊമ്പ് പോലൊരു കൊമ്പുണ്ട്, കുത്തി തുളയ്ക്കുന്ന ഒരു കൊമ്പ്. അതിന് പ്രോബോസിസ് എന്നാണ് പറയുന്നത്. ഈ പ്രോബോസിസ് ഉപയോഗിച്ച് ഈ നെന്മണിയുടെ, ഉറയ്ക്കാത്ത നെന്മണി, ആ പാല് രൂപത്തിലുള്ള നെന്മണിയുടെ തോട് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോബോസിസ് ഉപയോഗിച്ച് കുത്തി തുളച്ച് ആ പാല് മുഴുവൻ വലിച്ചു കുടിക്കും. അകത്ത് സത്തൊന്നുമില്ല. കണ്ടാൽ നെല്ല് പോലെ ഇരിക്കും, പക്ഷേ നെന്മണിയല്ല. ഇനി നെല്ല് എല്ലാം തന്നെ പഴുത്ത് നല്ല സ്വർണ്ണ കളറിൽ നിറമായി നല്ല കതിര് കൊയ്യാറാകുമ്പോൾ തലകുനിച്ചിങ്ങനെ നിൽക്കും. പക്ഷെ പതിര് മാത്രം എന്ത് ചെയ്യും? അതിന് വെയിറ്റില്ല, അതിങ്ങനെ തല ഉയർത്തി നിൽക്കും. ഇതുപോലെ ചില മനുഷ്യർ, അകത്ത് കാമ്പില്ലാത്തവർ, അഹങ്കാരം നിമിത്തം തലപൊക്കി നിൽക്കും. എന്നാൽ അകത്ത് ആത്മീക വളർച്ചയുള്ളവർ അങ്ങനെ തല പൊക്കാൻ പോകാറില്ല, അഹങ്കാരം എടുക്കാറില്ല. അവർ വിനയത്തോടെ എപ്പോഴും പെരുമാറും. പതിരായിട്ടുള്ളവർ, അവരെ കണ്ടാലറിയാം, അവർ തല ഉയർത്തി നിൽക്കും, പതിര് തല കുനിക്കുകയില്ല. അപ്പം നമ്മളെങ്ങനെയാണ് ഈ ചാഴിയുടെ പിടിയിൽ നിന്ന് പുറത്തു പോവുക? എന്നിട്ട് ഇതിനെ കൊയ്ത് ഈ ധാന്യക്കളത്തിൽ കൊണ്ടുവരുന്നു. ആ കളത്തിൽ വെച്ച് ചവിട്ടി മെതിക്കുകയോ അല്ലെങ്കിൽ കാളയെ കൊണ്ട് മെതിപ്പിക്കുകയോ ചെയ്യും. അതിനുശേഷം ഇതെല്ലാം കൂമ്പാരമായി ധാന്യം കിടക്കുമല്ലോ, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, ആ വിന്നോയിങ് ഫാൻ, അത് ഉപയോഗിച്ച് വീശുമ്പോൾ പതിരെല്ലാം ദൂരെ തെറിച്ചു പോകും. നെന്മണി അവിടെ തന്നെ വീഴും. അതിന് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഓഫ് ഗ്ലോറി,
അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിച്ചത്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചവർ, അവർ രക്ഷയ്ക്കായി വളർന്നവരാണ്, ആത്മാവിൽ ബലപ്പെട്ടവരാണ്. അവരെ കളപ്പുരയിൽ കൂട്ടിച്ചേർക്കും. അങ്ങനെയുള്ള കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. പതിരെന്ത് ചെയ്യും? കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, അല്ലേ? ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷ നിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിൽ എരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായിത്തീരും. ഫലം നൽകാത്ത വൃക്ഷം, അല്ലേ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ അവസ്ഥ എന്താ? ആറ്റരുത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആകെ കൂടി എന്തേ ചെയ്തുള്ളൂ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചു, ഒറ്റ കാര്യം ചെയ്തോളൂ. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റുപാറ്റുന്ന പതിര് പോലെ എത്ര. ആ പതിൽ എവിടെ കൊണ്ടിടും? കെടാത്ത തീയിൽ കൊണ്ടിടും, അല്ലേ? അപ്പോൾ ഈ നമ്മളെ പതിരാക്കി തീർക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ്, ആ കാര്യം എന്താണെന്നാണ് ഇനി ചിന്തിക്കാൻ പോണത്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുവാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങിയോ? ഓ അല്ലേ, ശരി. എന്നാൽ ഒരു പാട്ടും കൂടി പാടാട്ടാ. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാകും, അല്ലേ? ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. നമ്മൾ പതിരായി തീരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചിന്തിക്കാൻ പോണത്. അതായത് മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരുണ്ട്, അതുപോലെ ഈ നെല്ലിനെ നശിപ്പിക്കുന്ന ചാഴിയുണ്ട്. ഇതെന്താണെന്ന് നോക്കി ഫിനിഷ് ചെയ്യാം പെട്ടെന്ന്, കേട്ടോ. ചാഴി, അല്ലേ? നമ്മുടെ അകത്തുള്ള സത്തെല്ലാം വലിച്ചെടുക്കുകയാണ് നമ്മളറിയാതെ. അത് ചില ദുശീലങ്ങളാണ്, ദുശീലങ്ങൾ, ചാഴി. ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പ്രായവ്യത്യാസമില്ലാതെ കുട്ടികളെയും യുവാക്കളെയും പ്രായമുള്ളവരെ എല്ലാം പതിരാക്കി മാറ്റുന്ന ഒരു ദുശീലമാണ് ഫോൺ അഡിക്ഷൻ. നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. നിങ്ങൾ ആരെയും എനിക്ക് പരിചയമില്ല, ഞാനൊരു പുതിയ ആളാണ്, നിങ്ങൾ ആരെങ്കിലും ഉന്നം വെച്ചുമല്ല. ഇന്നത്തെ ജനറേഷൻ, ഈ തലമുറ, അല്ലേ? പലതരം ജനറേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? ജെൻ എക്സ്, ജെൻ വൈ, ജെൻ ഇസഡ്, ജെൻ ആൽഫ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇല്ലേ? ഇന്നത്തെ ജനറേഷൻ പ്രത്യേക ഒരു ജനറേഷനാണ്. അവരെ വളരെ സൂക്ഷിച്ചു വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലേ? എന്നാൽ ഈ എക്സും വൈയും അതിനു മുമ്പുള്ള ഡബ്ല്യു ഒക്കെ ഇപ്പം ഫോണിന് അഡിക്ഷനാണ്. 75 വയസ്സുള്ള ഒരമ്മ പോലും ഇന്ന് കുറേ വീഡിയോസ് ഇങ്ങനെ അയച്ചു തരും. നമ്മുടെ ഒരു വിശ്വാസി തന്നെയാണ്. ഇന്ന് കണ്ടത് വളരെ ഒരു ദുഃഖകരമായൊരു വീഡിയോ അവരയച്ചിരിക്കുക. കണ്ണൂരിൽ നടന്ന ഒരു കൂട്ടക്കൊലയെക്കുറിച്ച്. എന്നിട്ട് അവരിരുന്ന് കരയുക. എന്ത് കാര്യത്തിനാണ് ഇതിൻ്റെയൊക്കെ അഡിക്ഷനായിട്ട് പോകുന്നത്? അപ്പോൾ പ്രായവ്യത്യാസമില്ല ഇപ്പോൾ ഫോണിന് അഡിക്ഷൻ ആവാൻ. അപ്പോൾ കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. 75 വയസ്സായവരുടെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് ഇനി അവിടം വരെ എത്തണ്ടേ? അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ് ഒരു ദുശീലം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ ബാഡ് ഹാബിറ്റ്? അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 5 പോയിന്റ് പറയാം. ഒന്ന്, ദുശീലം ഒരു കംഫർട്ടബിൾ ബെഡാണ്. കിടക്കാൻ നല്ല സുഖമാണ്. കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് പോരാൻ കഴിയില്ല. സ്വയം എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി ഒരു കാര്യം നടക്കില്ല. രണ്ടാമത്തെ കാര്യം, അതൊരു കരടിയാണ്, പക്ഷേ കമ്പിളിക്കെട്ടാണ്. കമ്പിളിക്കെട്ട് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. പമ്പാ നദിയിലൂടെ വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് കട്ടിൽ, മേശ, അലമാരി, ഇങ്ങനെ പല കാര്യങ്ങൾ ഒഴുകി വരും. അതെല്ലാം എടുക്കാൻ വേണ്ടി ആളുകൾ പെട്ടെന്ന് ചെന്ന് കൈക്കലാക്കും. കിട്ടിയവൻ അത് വലിച്ചുകൊണ്ട് പോരും. ഇത് കണ്ടു നിന്ന ഒരാളത് അവർ കമ്പിളിക്കെട്ട് ഒഴുകി വരുന്നത് കണ്ടു, എടുത്തു ചാടി പിടിച്ചു. പക്ഷേ ആ കമ്പിളിക്കെട്ട് ഇവനെയും കയറി പിടിച്ചു. രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കരയിൽ നിന്നവർ പറഞ്ഞു, ഇങ്ങോട്ട് പോരെ, നീ പോരെ. അവൻ പറഞ്ഞു, പോരാൻ പറ്റുന്നില്ല. എന്തു പറ്റി? അത് എന്നെ പിടിച്ചിരിക്കുക. അതൊരു കരടിയായിരുന്നു, വലിയ കരടിയാണ്. അപ്പം അങ്ങനെയാണ് ദുശീലം. രണ്ടാമത്തെ പോയിന്റ്.
മൂന്നാമത്തത് അതൊരു വടം പോലെയാണ്. ഓരോ ദിവസവും ഓരോ നാര് വെച്ച് നാം തന്നെ പിരിച്ചുണ്ടാക്കി പല നാരുകൾ ചേർന്ന് അത് വലിയ ബലമുള്ളൊരു വടമായി തീർന്ന് നമ്മളെ തന്നെ ബന്ധിക്കുക. നമുക്ക് പൊട്ടിക്കാൻ കഴിയില്ല പിന്നെ. അങ്ങനെയുള്ള ഒരു ദുശീലം, അതാണ് ദുശീലത്തിൻ്റെ ഒരു നേച്ചർ. അപ്പം എത്ര കാര്യമായി ഇപ്പോൾ? കംഫർട്ടബിൾ ബെഡ്, കമ്പിളിക്കെട്ട്, വടം, അല്ലേ? ഇനി അടുത്തത് കാട്ടിലൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വഴി. കാട്ടിലൂടെ നമ്മൾ ഒരു വഴിയില്ലാത്തൊരു കാട് നമ്മളൊന്ന് പോയി നോക്കി, കൊള്ളാം. രണ്ടാമത്തെ ദിവസം പോയി നോക്കി, മൂന്നാമത്തെ ദിവസം പോയി നോക്കി, പല ദിവസം പോയി സ്ഥിരമായി നടന്നപ്പോൾ നല്ല വഴിച്ചാലായി മാറി. അതുപോലെയാണ് ദുശീലം. സ്ഥിരമായ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ശീലമായി മാറും, ഹാബിറ്റായി മാറും, പിന്നെ ക്യാരക്ടറായി മാറും. ആ ക്യാരക്ടർ മരണശേഷം നമ്മെ പിന്തുടരും. എവിടെ കൊണ്ടെത്തിക്കും? കെടാത്ത തീയിൽ കൊണ്ടെത്തിക്കും. പിന്നെ അടുത്തത് ദുശീലം ഒരു തടവറയാണ്. പ്രിസൺ ഓഫ് കംഫർട്ട്, സുഖസൗകര്യങ്ങളുടെ തടവറ. താൽക്കാലിക സുഖമാണ്, പക്ഷെ ചങ്ങലയിലാണ്. ഇപ്പം എത്ര പോയിന്റായി ഈ ദുശീലത്തെക്കുറിച്ച്? 5 പോയിന്റായി. ഒന്നുകൂടെ പറയാം. 1, അതൊരു കംഫർട്ടബിൾ ബെഡാണ്. 2, അതൊരു കമ്പിളിക്കെട്ടാണ്. 3, അതൊരു വടമാണ്. 4, കാട്ടിലൂടെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന വഴിയാണ്. 5, അതൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ പ്രിസൺ ഓഫ് കംഫർട്ട്, സുഖസൗകര്യങ്ങളുടെ തടവറയാണ്. ഇല്ലേ? ഇതെങ്ങനെയാണ് നമ്മളെ തടവറയിലാക്കുന്നത്? ഞാൻ എൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാവും. ദുശീലം എന്നാൽ ഒരു വ്യക്തിയുടെ ശാരീരികമോ മാനസികമോ സാമൂഹികമോ ആയ വളർച്ചയെ, കേട്ടോ, ശാരീരിക വളർച്ചയെ, മാനസിക വളർച്ചയെ, സാമൂഹിക വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന, ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ മാറുന്നതുമായ പെരുമാറ്റ രീതികളെയാണ് ദുശീലം എന്ന് പറയുന്നത്. ബാഡ് ഹാബിറ്റ്. ദുശീലം എന്നത് ആത്മനിയന്ത്രണമില്ലാതെ നൈതികത നഷ്ടപ്പെട്ട പാപപരമായ ജീവിതശൈലിയാണ്. ദുശീലം മനുഷ്യനെ തൃപ്തിയിലേക്കല്ല, തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. ദുശീലം ഒരു തടവറയാണ്. പലപ്പോഴും ദുശീലങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നവയാണ്, പക്ഷേ ആ സന്തോഷം നമ്മെ തളച്ചിടുന്നു. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നിർത്താമെന്നേ. ഇതൊക്കെ ഞാൻ സിമ്പിളില്ല, ഇതൊക്കെ ഞാൻ എപ്പോഴും നിർത്താം. അപ്പം നമ്മളൊരു വെല്ലുവിളി അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചാൽ നമുക്ക് തനി സ്വഭാവം അറിയാം. എന്നാൽ ഇന്നൊരു ദിവസം അതൊന്ന് ചെയ്യാതിരിക്കേ, നോക്കട്ടെ. അപ്പം മാത്രമാണ് താനതിൻ്റെ തടവറയിലാണെന്ന് ഈ മനുഷ്യന് ബോധ്യപ്പെടുക. ഇതാണ് ദുശീലം. നമ്മുടെ എല്ലാം വിചാരം ഒരു കുഴപ്പമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്താമെന്നുള്ളതാണ്. ഇനി ഈ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ഒരു 3-4 ചോദ്യങ്ങൾ അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് നോക്കാം. ഒന്ന്, ഫോൺ ഉപയോഗിക്കുന്നത് ദുശീലമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഫോൺ ഉപയോഗിക്കുന്നത് ദുശീലമേ അല്ല, അങ്ങനെ നമ്മൾ പറയുന്നില്ല. അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണത് പിന്നാലെ പറയാം. പിന്നെ അടുത്തത്, ഈ ഫോണിൻ്റെ ഈ ദുശീലത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ലോകത്തിൻ്റെ, അതിൻ്റെ ആദ്യം ഒരു ഗുണങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ദോഷങ്ങളിലേക്ക് പോകാം കേട്ടോ. ആദ്യം എൻ്റെ ഗുണങ്ങളൊന്ന് പറയണമല്ലോ, അല്ലെങ്കിൽ നമ്മളൊരിക്കലും ഒരു കാര്യത്തെ അങ്ങനെ കണ്ണടച്ച് ആക്ഷേപിക്കാൻ പാടില്ല. ആദ്യം എൻ്റെ മെറിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ തന്നെയാണ് ഫോൺ, അല്ലേ? ഓർഗൻസ്, വൺ ഓഫ് ദ ഓർഗൻസായി മാറിക്കഴിഞ്ഞു. ഒന്നത് ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ, വിനിമയ സൗകര്യം. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരുമായി നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധപ്പെടാൻ ഫോൺ സഹായിക്കുന്നു, അല്ലേ? ദൂരെയുള്ള ആളുമായി സംസാരിക്കാൻ, അവർക്ക് ആശ്വാസം നൽകാൻ, അല്ലേ? ഒരു അസുഖം വന്നാൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഇതിനെല്ലാം ഫോൺ നമ്മെ സഹായിക്കുന്നുണ്ട്, അല്ലേ? അത്യാവശ്യ ഘട്ടങ്ങളിലും അപകടങ്ങളിലും സഹായം തേടേണ്ടത് ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ, അത് അറിവിൻ്റെ ഒരു കലവറയാണ്, അല്ലേ? നോളജ് ആൻഡ് ലേണിംഗ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി നമ്മുടെ കൈവെള്ളയിലാണ്. അത് ഓൺലൈൻ ക്ലാസ്സുകൾ, ട്യൂട്ടോറിയൽ, ഭാഷാ പഠനം എന്നൊക്കെ ഫോൺ മികച്ചൊരു ഉപാധിയാണ്. അതുപോലെ തന്നെ ബൈബിൾ ആപ്പുകൾ, പ്രസംഗങ്ങൾ, ക്രൈസ്തവ ഗാനങ്ങൾ എന്നിവ എപ്പോൾ വേണമെങ്കിലും കേൾക്കാനും പഠിക്കാനും ഫോൺ നമ്മെ സഹായിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓർഗനൈസേഷൻ. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിക്കുന്നതാണ്, നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതായത് ജീവിതം ചിട്ടപ്പെടുത്താൻ ആവശ്യമായ ചില ടൂളുകൾ, കലണ്ടർ, റിമൈൻഡറുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കാതെ ചെയ്യാൻ അവ സഹായിക്കുന്നു. അതുപോലെ നോട്ട്സ് തയ്യാറാക്കാൻ, പെട്ടെന്ന് തോന്നുന്ന എന്തെങ്കിലും ചിന്തകളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഒക്കെ നമുക്ക് കുറിച്ച് വയ്ക്കാനുള്ള നോട്ട്സിൻ്റെ സൗകര്യം അതിനകത്തുണ്ട്. പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സേവനങ്ങൾ വിരൽ തുമ്പിലാണ്, അല്ലെ? എസെൻഷ്യൽ സർവീസസ്. എങ്ങനെ? ബാങ്കിങ് നടത്താം, പണവിനിമയം നടത്താം, ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് അടയ്ക്കാം, വാട്ടർ അതോറിറ്റി ബില്ല് അടയ്ക്കാം, ഫോൺ റീചാർജ് ചെയ്യാം, ഗ്യാസിൻ്റെ പേയ്മെൻറ്റ് നടത്താം,
മണി ട്രാൻസ്ഫർ ചെയ്യാം, ഷോപ്പിംഗ് നടത്താം, GPS ഉണ്ട്, GPS മാപ്പുണ്ട്, അതുപോലെ ഗൂഗിൾ മീറ്റിംഗ്, സൂം മീറ്റിംഗ്, വാട്സാപ്പ് മീറ്റിംഗ്, വാട്സാപ്പ് വീഡിയോ കോളിംഗ്, ഇങ്ങനെ വളരെയധികമാണ് ഫോണിൻ്റെ ഉപയോഗം. നമുക്കത് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നാളെ ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്ത് ഹോംവർക്ക് ചെയ്യാതിരുന്നേ, ഞാൻ അറിഞ്ഞില്ല ടീച്ചറെ, അല്ല ഫോണിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓ, തിരുവനന്തപുരത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഫോൺ നോക്കരുതെന്ന്. ഞാൻ അതുതന്നെ ഹോംവർക്കൊന്നും ഫോൺ നോക്കിയില്ല ടീച്ചറെ, ഹോംവർക്കും ചെയ്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അപ്പച്ചന്മാർ പരാതി പറയും, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഫ്യൂസ് വരാൻ വരുമ്പോഴായിരിക്കും ബില്ലടച്ചില്ല എന്നുള്ള കാര്യം അറിയുന്നത്. എന്തേ ബില്ലടയ്ക്കാൻ ഞാൻ? അല്ല എനിക്ക് ഒന്നും വന്നില്ല. അല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല ഞാൻ ഒരാഴ്ച ഫോൺ നോക്കിയില്ല, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു ഫോൺ നോക്കരുതെന്ന്, ഫ്യൂസ് ഊരി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഫോൺ നോക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഫോൺ അത്യാവശ്യമാണ്. നമ്മുടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമാണ്. ഫോണിൽ അതൊരു കാര്യം നടക്കില്ല. ഇപ്പം ഞാൻ തിരുവനന്തപുരം, ഞാൻ കൊട്ടാരക്കര എത്തി. ഇവിടെ എത്തി എന്നുള്ളത് വൈഫിന് മെസ്സേജ് ഇട്ടു, വൈഫ് ഓക്കെ പറഞ്ഞു. പണ്ടാണെങ്കിൽ നമുക്ക് ഫോണും ഇല്ല, ഒന്നുമില്ല, അറിയിക്കാനും നിവൃത്തിയില്ല. മടങ്ങി ചെല്ലുമ്പോഴേ അറിയൂ. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു, അന്നും ജീവിച്ചു നമ്മൾ. പക്ഷെ ഇന്നുള്ള സൗകര്യം നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫോണിനൊരു വിശ്വസ്ത ദാസനാക്കി മാറ്റണം. നമ്മുടെ മാസ്റ്റർ ആക്കാൻ പാടില്ല, നമ്മുടെ യജമാനനാകാൻ പാടില്ല. നമ്മുടെ യജമാനനായാൽ അവൻ ബാഡ് മാസ്റ്ററാണ് കേട്ടോ. അവനെ നമ്മളൊരു ദാസനായി സൂക്ഷിക്കണം അല്ലേ? എൻ്റെ ഗുണങ്ങളെ തിരഞ്ഞെടുക്കണം. അടുത്തത് അതിൻ്റെ സമയക്രമം പാലിക്കണം. ഫോൺ ഉപയോഗിക്കുന്നതിൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്നതിന് പകരം അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരായി തീരണം. അപ്പോൾ ഒരു ഫോൺ അടിമത്തം എന്നതിലുപരി ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഫോണിൻ്റെ അഡിക്ഷനായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ ക്ലാസ്. നിങ്ങൾ അതിൽ നിന്നൊന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഇത് പിന്നാലെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഈ ഫോണിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താ ഉള്ളത് ഫോണിൽ? ആപ്ലിക്കേഷൻസ്. അതിന് ഷോർട്ട് ഫോമിൽ എന്ത് പറയും? ആപ്സ് എന്ന് പറയും അല്ലേ? അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാം, ഓടിച്ച് നോക്കി പോകണം. അത് സോഷ്യൽ മീഡിയ ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട് ഇല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ അടിമയാക്കുന്നേ? നമ്മളെ ചെങ്ങലയില്ലാതെ ബന്ധിക്കുന്നതാണ്. ഇതെങ്ങനെ അടിമയാക്കും? ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ആണ് ഇതിലെ പ്രധാന ചതി. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താഴേക്ക് നീക്കും തോറും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, കയറി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, അന്തമില്ല. 24 മണിക്കൂർ പോരാ ഇത് നമുക്ക് കാണാൻ. ഇതെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഓരോ സോഫ്റ്റ്വെയറിൻ്റെ ഉടമസ്ഥന്മാർക്ക് സെർവറുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ആ ക്ലൗഡ് സെർവറിലോ എവിടെയെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന അനേകായിരം കോടി വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിരന്തരം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിനൊരു അവസാനമില്ലാത്തതുകൊണ്ട് നമ്മുടെ തലച്ചോറിന്, മസ്തിഷ്കത്തിന് ഇതെപ്പോൾ നിർത്തണം എന്നറിയാതെ കുഴങ്ങിപ്പോവും. അപ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരു ഫോൺ വന്നു, ഫോൺ എടുക്കാനായിരിക്കും പോയത്. വീട്ടിലെ വീട്ടമ്മ അടപ്പത്ത് സാമ്പാർ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോഴൊരു ഫോൺ വന്നു. ഉടനെ നോക്കിയപ്പോൾ വേറെ കുറേ നോട്ടിഫിക്കേഷൻ കിടക്കുന്നു. അതിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. യൂട്യൂബിലൊരു റീൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്തത് വന്നു. നോക്കി 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അടുപ്പത്ത് സാമ്പാർ ഫ്രൈ. ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല, ഫ്രൈ ആയിട്ട് കഴിക്കേണ്ടി വരും അല്ലേ? അപ്പം മസ്തിഷ്കത്തിന് അറിഞ്ഞുകൂടാ, അത് എപ്പോൾ നിർത്തണമെന്ന് അറിഞ്ഞുകൂടാണ്ടായിപ്പോൾ. അപ്പം ഇൻഫിനിറ്റ് സ്ക്രോളിങ് നമ്മളെ ചതിക്കുകയാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫോൺ എടുക്കുമ്പോൾ അത് ഓർമ്മ വേണം കേട്ടോ. ഇനി നമ്മളെ വശീകരിക്കുകയാണ്. ലൈക്കുകളും കമൻറ്റുകളും ലഭിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് വീണ്ടും ഫോൺ നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടു ഇല്ലേ? അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ആണെങ്കിൽ അതിൽ ലൈക്ക് വന്നോ കമൻറ്റ് വന്നോ എന്നിങ്ങനെ നോക്കാനുള്ള വെപ്രാളം ഉണ്ടാകും. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പോൾ അതിനാണ് നമ്മളത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അറിയാതെ തന്നെ. ഇനി യൂട്യൂബ് എങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നത്? യൂട്യൂബ് എങ്ങനെ നമ്മൾ അടിമയാക്കുന്നു? അതിന് ഓട്ടോ പ്ലേ എന്ന് പറയുന്നൊരു സൗകര്യമുണ്ട് അല്ലേ? ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്തത് താനേ വരുന്നു. കൂടാതെ റെക്കമെൻഡേഷൻ അൽഗോരിതം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി ഉണ്ട്. ഇതുവഴി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടും നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ടിക്ടോക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇങ്ങനെയുള്ള ചതി അതിൻ്റെ പിന്നിലുണ്ട്. ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ആണ് നമ്മളെ വശീകരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് പിന്നാലെ നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഓൺലൈൻ ഗെയിമുകളുണ്ട്. ഇവിടെ ആരെങ്കിലും ഗെയിം കളിക്കുന്നവരുണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച്
നിങ്ങൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടേച്ചാൽ മതി. കാരണം അതൊരു കുടുക്കാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓൺലൈൻ ഗെയിമുകൾ BGMI, PUBG, ഫോർട്ട്നൈറ്റ്, മൊബൈൽ ലെജൻഡ്സ്, ലീഗ് ഓഫ് ലെജൻഡ്സ്, ക്ലാഷ് ഓഫ് ക്ലാൻസ്, സബ്വേ സർഫേഴ്സ്, ടെമ്പിൾ റൺ, ഫ്രീ ഫയർ, കാൻഡി ക്രഷ്, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അടിമയാക്കുന്നത്? ചെറിയ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്കറിയാം ലെവല് പൂർത്തീകരിക്കുക എന്ന് പറയും. ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിജയാഹ്ലാദം ഉണ്ടല്ലോ, അത് നമ്മെ വീണ്ടും വീണ്ടും കളിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പ്രാവശ്യം തോറ്റെന്ന് വിചാരിക്കേ, അപ്പം നിങ്ങൾക്കൊരു വാശി എന്നാന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൽ തന്നെ പിടിച്ചിരിക്കും. ഫിസിക്സും പഠിക്കണ്ട, കെമിസ്ട്രിയും പഠിക്കണ്ട, ബയോളജിയും പഠിക്കണ്ട, ട്യൂഷന് പോണാരും മറന്നും പോയി ഈ ഗെയിമിൽ തന്നെ അടിമയായിട്ട് അവിടെ ഇരിക്കും. പിന്നെ അടുത്തത്, പിന്നെ എങ്ങനെയാണ് ഭയം. ഗെയിം കളിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് കുറഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കാൾ മുന്നിലെത്തുമെന്നുള്ള പേടി ഈ ഗെയിം കളിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്നവരാരെങ്കിലും അടിമകളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരും ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കേണ്ട പ്രായം, നല്ല ധാന്യമണിയായി തീരേണ്ട സമയം. ഈ ചാഴി എന്ന് പറയുന്ന ഈ അഡിക്ഷൻ നിങ്ങളുടെ സത്ത് മുഴുവൻ വലിച്ചെടുത്ത് വെറും പതിരാക്കി മാറ്റും. പതിരായ എങ്ങനെ അറിയാം? നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ക്ലീൻ ഷേവ് ആയിരിക്കും, വെള്ള ഷർട്ടായിരിക്കും, സഭായത്തിന് വരും, ബൈബിൾ ക്ലാസ്സിനും വരും, മുടങ്ങില്ല, ഫെയ്ത്തിലെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. പക്ഷെ എന്തായിരിക്കും? അകത്ത് രക്ഷയ്ക്കായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല. പുറമെ ബന്ധുക്കൂസായിരിക്കും, പക്ഷെ അകത്ത് ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ചാഴിയെ നിങ്ങൾ ഓടിച്ചു കളയണം കേട്ടോ. അടുത്തത്, ഈ ഗെയിം കളിക്കാനുള്ള അടുത്തൊരു നമ്മൾ അടിമയാക്കുന്നത്, അത് ഡെയിലി റിവാർഡ്സ് കിട്ടും, സമ്മാനങ്ങൾ. ദിവസവും ലോഗിൻ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സമ്മാനങ്ങൾ വഴി നിങ്ങളെ എല്ലാ ദിവസവും ഫോണിൽ എത്തിക്കുന്നു. അത് പരമാവധി നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നോക്കുക കേട്ടോ. ചെറിയ കുട്ടികളും യുവാക്കളുമായിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ഇനി അടുത്ത സാമൂഹിക ബന്ധങ്ങൾ. സുഹൃത്തുക്കളൊപ്പം കളിക്കുന്ന പല ഗെയിമുകളുണ്ടല്ലേ, സംഘം ചേർന്ന് കളിക്കുന്ന ഗെയിമുകളുണ്ട്. അത് നിർത്തുന്നത് സുഹൃത്തുക്കളെ പിണക്കുന്നതിന് തുല്യമാണല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും ആ കളികളിൽ നിങ്ങൾ ഏർപ്പെടും. അങ്ങനെ പെട്ടുപോയിട്ടുള്ളവർ കാണും. ഇവിടെ കാണാതിരിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, അത് നിങ്ങളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇനി അടുത്തത് മെസ്സേജിങ് ആപ്പുകൾ എങ്ങനെ അടിമയാക്കുന്നു? ബ്ലൂ ടിക്കുകളും റീഡ് റെസീപ്റ്റ്സ്, ലാസ്റ്റ് സീൻ. ആരെങ്കിലും മെസ്സേജ് അയച്ചോ എന്നറിയാനുള്ള ആകാംക്ഷ, അയച്ച മെസ്സേജിന് മറുപടി വന്നോ എന്ന് നോക്കാനുള്ള വെമ്പൽ നമ്മെ എപ്പോഴും ഫോണിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഈ ബ്ലൂ ടിക്ക് വന്നോ, ഞാൻ ഇന്നാർക്ക് ഇന്നത് അയച്ചല്ലോ, അവള് കണ്ടില്ലല്ലോ, ഹാപ്പി ക്രിസ്മസ് അയച്ചു, അവൻ കണ്ടില്ലല്ലോ, അപ്പൊ ബ്ലൂ ടിക്ക് വന്നോ എന്ന് നോക്കാനുള്ളൊരു വെമ്പൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ. ലാസ്റ്റ് സീൻ, അല്ല ഇവളൊരു ബ്ലൂ ടിക്ക് കാണുന്നില്ല, ഇവളിനി എപ്പോഴാണ് കയറി നോക്കിയേ, ഇപ്പൊ ലാസ്റ്റ് സീനൊന്ന് നോക്കി കളയാം, എന്നാ ലാസ്റ്റ് കണ്ടെന്നുള്ളത്. ഇങ്ങനെയുള്ള ഓരോ ചിന്തകളും മനസ്സിൽ വന്നിട്ട് ഈ മെസ്സേജിങ് ആപ്പുകൾ നമ്മളെ അടിമയാകും. എന്തെങ്കിലും മറുപടി വന്നോന്നറിയാൻ. മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾക്ക് കിട്ടിയോ, അയാൾ മറുപടി തരുമോ, എന്താ പറയുന്നത്, ഇങ്ങനെ നോക്കാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും. അത് നോക്കാനായിരിക്കും ഫോൺ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടാത്തതെല്ലാം ആയിരിക്കും കാണുന്നത്. ഇനി അടിമത്തത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? നമ്മൾ ഫോണിന് അഡിക്റ്റ് ആണോ, അടിമയാണോ, എന്നെ ബന്ധിപ്പിച്ചിരിക്കുകയാണോ എന്നൊന്ന് നോക്കാം. ഏറ്റവും വലിയ തലവേദന ഇതാണ്. ഇപ്പം നമുക്കറിയാം, മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഫോൺ പിടിച്ചു മേടിച്ചാൽ വീട്ടിൽ യുദ്ധമാണ് അല്ലേ, കൊടുത്താൽ അഡിക്ഷനാണ്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്ന പ്രശ്നമാണ് ഫോൺ അഡിക്ഷൻ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ബലം പിടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ കുട്ടികൾ, ഇവിടെ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല, ആക്രമണകാരികളായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടികൾ സ്വയം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഫോൺ പിടിച്ചു വാങ്ങുമ്പോൾ കുട്ടികളുടെ പ്രതികരണം വേറൊരു രീതിയിലായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആ കാര്യം കൈകാര്യം ചെയ്യാൻ. ഈ ഫോൺ അഡിക്ഷനിൽ നമുക്ക് എന്തെല്ലാമാണ് സംഭവിക്കാൻ നോക്കാം, ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ ഫോൺ അഡിക്ഷൻ വന്നതിന് ശേഷം പുതിയ പുതിയ രോഗങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടുണ്ട്. ഫബ്ബിങ്, PHUBBING. എന്താണ് ഫബ്ബിങ് എന്ന് പറഞ്ഞാൽ? 2 വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ്. ഫോണിങ് പ്ലസ് സ്നബിങ്. ഫോണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്നബിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതെ അവരെ അവഗണിക്കുന്നു എന്നർത്ഥം. നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗെയിം കളിക്കുന്നു, വാട്സാപ്പ് നോക്കുന്നു. ആ സമയത്ത് ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. സ്വന്തക്കാരാണെങ്കിലും കൊള്ളാം, അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, സംസാരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം വരും, ശുണ്ഠി വരും, മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയോ. ആ രീതിയിലെ പ്രതികരണം അല്ലേ ഫബ്ബിങ്. ആ വാക്ക് പുതിയ വാക്കാണ്. മക്കളെ, നിങ്ങൾക്കറിയാമോ 1973 മോട്ടോറോളയിലെ ഒരു എഞ്ചിനീയർ മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ആളാണ് ഈ ഫോൺ കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോൺ.
ലാർജ് ഹാൻഡ് ഹെൽഡ് പ്രോട്ടോടൈപ്പ് ആയിരുന്നു. ആ മനുഷ്യൻ ചിന്തിച്ചില്ല മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇനി രണ്ടാമത് ഫാൻഡം വൈബ്രേഷൻ. ഈ ഫോൺ അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്ക് ഫോൺ പോക്കറ്റിൽ കിടന്നാൽ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കും, ബെല്ലടിച്ചോ ബെല്ലടിച്ചോ ബെല്ലടിച്ചോ. ഫോൺ അടിക്കാതെ തന്നെ അടിച്ചെന്ന് തോന്നുകയോ പോക്കറ്റിൽ വിറയൽ അനുഭവപ്പെടുകയോ ചെയ്യുന്ന രോഗത്തിനാണ് ഫാൻഡം വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, നോമോഫോബിയ. അതൊരു അസുഖമാണ്, ഫോൺ അഡിക്ഷൻ. കേട്ടിട്ടുണ്ടോ? നോമോഫോബിയ കേട്ടിട്ടുണ്ടോ? ആ വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയാമോ? 1, 2, 3, 4 വാക്കുകളുടെ സംയുക്തമാണ്. എളുപ്പത്തിൽ പറഞ്ഞുതരാം. നോ മൊബൈൽ ഫോൺ ഫോബിയ, ഈ 4 വാക്കുകൾ ചേർത്താണ് നോമോഫോബിയ എന്ന പുതിയ വാക്കുണ്ടായത്. അതൊരു രോഗമായി മാറിയിരിക്കുക, ചികിത്സ ആവശ്യമുള്ള രോഗം. നിങ്ങൾ ആരും അതിനകത്ത് അകപ്പെട്ടു പോകരുത്. മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും ശ്രദ്ധിക്കുക, നോമോഫോബിയ എന്ന് പറയുന്ന രോഗത്തിന് അടിമപ്പെട്ടു പോകരുത്. ഇത് എന്ത് ഗുരുതരമാണെന്നറിയാമോ? നിങ്ങൾ വിചാരിക്കും സിമ്പിളാണ്. മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുകയോ ബാറ്ററി തീരുകയോ സിഗ്നൽ ലഭിക്കാതിരിക്കുകയോ കണക്ടിവിറ്റി നഷ്ടപ്പെടുകയോ ചെയ്താൽ ഉണ്ടാകുന്ന യുക്തിരഹിതമായ ഭയം, ആ ഭയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ആൻസൈറ്റി, ഉത്കണ്ഠ. ഇത് പരിഭ്രാന്തി, മാനസിക സമ്മർദ്ദം, വിറയൽ തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം. അമിതമായ ഉപകരണ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ആധുനിക ഉത്കണ്ഠയാണിത്. ഇത് സാമൂഹിക ബന്ധങ്ങളെയും വിവരലഭ്യതയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. നോമോഫോബിയ, ഫോൺ കയ്യിലില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ഈ ഭയം കേവലം ഒരു മാനസിക വിഷമം മാത്രമല്ല, അത് പലപ്പോഴും അക്രമാസക്തമായ പെരുമാറ്റങ്ങളിലേക്ക്, വയലൻസിലേക്ക് നയിക്കുന്നുണ്ട്. പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തലമുറകൾ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ആരും നോമോഫോബിയയ്ക്ക് അടിമയായി പോകരുത് കേട്ടോ. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇപ്പം ഈ മോഡേൺ ഐഡലേറ്ററി എന്നാണ് ഈ ഫോണിനെ വിളിക്കുന്നത്. അൾത്താര കണ്ടിട്ടുണ്ടോ? അൾത്താര നമുക്കില്ല, പള്ളിയിലൊക്കെ ഉണ്ട് ഇല്ലേ? പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുകയാണ് ഇല്ലേ? ഈ മൊബൈലിനെ പറയുന്നത് ഡിജിറ്റൽ അൾട്ടാർ എന്നാ. മൊബൈലിലേക്ക് നോക്കിയിരിക്കണ കണ്ടിട്ടുണ്ടോ? കീഴോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് പോലെ ഇരിക്കുന്നത്, അൾത്താരയിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല, കുമ്പിട്ട് ഇല്ലേ? പക്ഷെ നോക്കുമ്പോൾ ആരെ കാണുന്ന ഒരു തിളങ്ങുന്ന സ്ക്രീനാണ്. നമ്മുടെ സൃഷ്ടാവിനെ അവിടെ കാണാൻ കഴിയില്ല ഇല്ലേ? അതൊരു ഡിജിറ്റൽ അൾട്ടാറാണ്, അതൊരു മോഡേൺ ഐഡലാണ്, ഒരു വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ അധിക സ്ഥാനം നമ്മൾ കൊടുത്താൽ അതൊരു വിഗ്രഹമാണ്. ഈ ഫോൺ നമുക്ക് ആവശ്യമാണ് അല്ലേ? മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ചതെന്ന് വളരെ ഉപകാരമാണ്. പക്ഷെ നമ്മളത് ദുരുപയോഗം ചെയ്ത് നശിക്കാൻ പാടില്ല. പിന്നെ അടുത്തതിൽ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഉണ്ട്. ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നു, ബ്രെയിൻ സ്ട്രക്ചറിനെ ബാധിക്കുന്നു കേട്ടോ. നിങ്ങൾ വളരേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ഈ ഫ്രണ്ടൽ ലോബ്സ് അത് വളരുകയില്ല ഈ ദുശീലങ്ങൾ കാരണം. എന്തൊക്കെയാ ദുശീലം? ഇനി 1-2 കൂടി ഉണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് ഈ ഫ്രണ്ടൽ ലോബ്സ് നിങ്ങളുടെ മാനസികമായി നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു. അത് വിശദമായിട്ട് പറയാൻ സമയം എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ടത്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു മോഹം ജനിച്ചിട്ടാണ് ഇതെല്ലാം നമ്മെ വശീകരിക്കുന്നത്. യാക്കോബ് 1:15 നമുക്കൊന്ന് വായിക്കാൻ പറ്റുമോ? യാക്കോബ് 1:15 വായിക്കാൻ പറ്റുമോ? 14-15. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഉഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ്. ഇപ്പം ഈ മോഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം, മുതിർന്നവരെ ശ്രദ്ധിക്കുക, യൂട്യൂബിന് അടിമപ്പെടാനാണെങ്കിലും ബാക്കി ഏതിന് അടിമപ്പെടാനാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു മോഹം ജനിപ്പിക്കും ആദ്യം ഇത്. അപ്പം അതുകൊണ്ട് ഈ മോഹത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടുന്നില്ല എങ്കിൽ മരണം ഉറപ്പാണ് പ്രിയമുള്ളവരെ. അത് നമുക്ക് എത്രമാത്രം ദോഷം ചെയ്യുന്നു, എത്രമാത്രം നമ്മെ പതിരാക്കുന്നു, നമ്മുടെ ആത്മീക ഫലങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഒന്നാമത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക കേട്ടോ. ആ മോഹത്തെ എങ്ങനെ ജയിക്കാം? 2 Korinത്യർ 10:5 ഒന്ന് വായിച്ചു നോക്കാം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. ഏത് പാപവും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടെ ശ്രദ്ധിക്കേ, ചിന്തയിൽ നിന്നാണ് അല്ലേ? ചിന്തകളെ ആരാ സൃഷ്ടിക്കുന്നത്? ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ആരാണ് ഇതിന് ഓർഡർ കൊടുക്കുന്നത്? ഹോട്ടലിൽ ചെന്നൊരു പഴംപൊരിയും ചായം കിട്ടാൻ ഓർഡർ കൊടുക്കണം അല്ലേ? ചിന്തയ്ക്ക് ഓർഡർ കൊടുക്കണോ?
ശ്വാസം ചെയ്യുന്നത് പോലെ തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക ചിന്തകളില്ലേ. പക്ഷെ അവയെ പിടിച്ചടക്കണം, ക്രിസ്തുവിന്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. അതുകൊണ്ടാണ് യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ധ്യാനം എവിടെയാണ് നടക്കുന്നത്? ഹൃദയത്തിലാണ് നടക്കുന്നത്, മനസ്സിലാണ് നടക്കുന്നത്. അവിടെ വചനം കയറിയിരുന്നാൽ നമുക്ക് മറ്റെന്തെങ്കിലും സ്ഥാനമുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ പഠിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, അല്ലേ? ആൻ ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. അലസമായിരിക്കുന്നവന്റെ മനസ്സ് പിശാചിന്റെ പണിശാലയാണ്. അപ്പൊ അതുകൊണ്ട് അലസമായിരുന്നാൽ ഇതുപോലുള്ള മോഹങ്ങൾ വന്നു കയറി അവസാനം നമ്മെ നിത്യമരണത്തിൽ, നരകത്തിൽ, കെടാത്ത തീയിലേക്ക് എത്തിക്കും. സദൃശവാക്യം 16:32 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. സദൃശവാക്യം 16:32. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠ. ജിതമാനസൻ, മനസ്സിനെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. അവൻ പട്ടണം പിടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ്. ദീർഘക്ഷമയുള്ളവൻ യുദ്ധത്തിൽ വലിയ വീരനേക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പൊ ഇവിടെ ജിതമാനസരായിരിക്കും എന്ന് പറയുമ്പോൾ, ഈ വിഷയമായി ചിന്തിക്കുമ്പോൾ, ഫോൺ ഇല്ലാതെ വരുമ്പോൾ മനസ്സിനെ അടക്കുന്നതാണ് യഥാർത്ഥ വീര്യം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇരുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അടിമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള നിയന്ത്രണം ഒഴിവാക്കുക. അഡിക്ഷൻ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ പെട്ടെന്ന് പിടിച്ചു വാങ്ങുന്നത് പലപ്പോഴും അക്രമത്തിനാണ് കാരണമാകുക. പകരം സമയം പടിപടിയായി കുറയ്ക്കാൻ അവരെ സഹായിക്കുക. ഇപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും ഇതിന്റെ അപകടം എന്തുമാത്രമാണെന്ന്. ദേഷ്യം തിരിച്ചറിയാൻ പഠിപ്പിക്കുക. ഫോൺ ഇല്ലാത്തപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ആ ദേഷ്യം നോമോഫോബിയയുടെ ലക്ഷണമാണെന്ന് ഓർത്തുകൊള്ളുക കേട്ടോ. ഫോണില്ലാതെ വന്നാൽ എന്താ നിങ്ങളുടെ മാനസികാവസ്ഥ? അപ്പോൾ അറിയാം നിങ്ങൾ അഡിക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഞാൻ അതുപോലെ തന്നെ നമുക്കിതിന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, അല്ലേ? സ്റ്റാർട്ട് വിത്ത് അവയർനെസ്. ഒന്നാമത് നിങ്ങൾ അറിയണം, ഞാൻ ഇതിന് അടിമയാണ് അല്ലെങ്കിൽ അടിമയല്ല. എനിക്ക് അങ്ങനെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പലരും സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഫ്രീഡം ബിഗിൻസ് ബൈ റെക്കഗ്നൈസിങ് ദ പ്രോബ്ലം ഓണസ്റ്റ്ലി. സത്യസന്ധമായി ആ കാര്യം അറിയുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അല്ലേ? സങ്കീർത്തനം 139 23 24 വാക്യങ്ങളിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 139 23 24. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. മക്കളെ ശ്രദ്ധിക്കണം. വ്യസനത്തിനുള്ള മാർഗം ഈ ലോകത്തിൽ നിങ്ങളെ വ്യസനിപ്പിക്കും, വരാൻ പോണ ലോകത്തിൽ നിങ്ങൾക്കത് വ്യസനമായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ആ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നൊരാഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത് തെറ്റ് സമ്മതിക്കുക, സത്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അത് മുതിർന്നവരായാലും ചെറിയവരായാലും ശ്രദ്ധിക്കുക. ഇനി നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സ ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷം നിർവീര്യമാക്കുക എന്നുള്ളതാണ്. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നത് പോലെ മനസ്സിലെ ഡിജിറ്റൽ വിഷാംശങ്ങളെ, അമിതമായ ഡോപ്പമിൻ, ഉത്കണ്ഠ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ്. അതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിയെ പെട്ടെന്ന് ഫോണിൽ നിന്ന് മാറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അക്രമത്തിന് കാരണമായേക്കാം. അതിനാൽ ഇത് പടിപടിയായി ചെയ്യണം. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് പ്രാക്ടിക്കലായിട്ട്, അതും കൂടി പറഞ്ഞു തരാം. ഒന്ന്, ഡിജിറ്റൽ ഉപവാസം, മിനി ഫാസ്റ്റിംഗ്. എന്താണത്? ദിവസവും ഒരു നിശ്ചിത സമയം ഫോൺ പൂർണ്ണമായി ഓഫ് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അയ്യോ അദ്ദേഹം പറഞ്ഞു ഓഫ് ചെയ്യാൻ, അതുകൊണ്ട് ആ മരണവിവരം ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ സമയത്ത് എത്തിയേനെ എന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയരുത്. നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനെ ജയിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് ഇത് പറയുന്നത്. 1 മണിക്കൂറെങ്കിലും ഓഫ് ചെയ്ത് വെക്കാൻ, ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പരീക്ഷിക്കും. 2, നോ ഫോൺ സോണുകൾ. വീട്ടിലെ ചില സ്ഥലങ്ങളിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അത് ഭക്ഷണമേശ, കിടപ്പുമുറി, പ്രാർത്ഥന മുറി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോ ഡിവൈസ് ഏരിയ, നോ ഫോൺ ഏരിയ ആക്കി മാറ്റുക. ഭക്ഷണം കഴിക്കുമ്പോഴും ഫോണിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണ്ട കാര്യങ്ങൾ തന്നെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് വരിക, ഇല്ലേ? സമൂഹത്തിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ കാലത്ത് പല പാരഡികൾ നിങ്ങൾ കേട്ട് കാണും, അതെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും, ഇല്ലേ? പലരും ചിരിക്കുന്നുണ്ട് പാരഡിയുടെ സൗകുമാര്യം ഓർത്തിട്ട്, ഇല്ലേ? ആ പാരഡി കേട്ടപ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വലിയ ദോഷം ചെയ്യുമല്ലോ. കാരണം അവരുടെ അത് അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതിനൊരു മറുമരുന്ന് പറഞ്ഞു തരാം, ഒരു ആൻറ്റിഡോട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ദൈവം ഒരു
ഒരു വരി ഒരു 8 വരി തന്നാലോ ആദ്യത്തെ ഒരു വരി പറഞ്ഞുതരാം. നിങ്ങളുടെ മനസ്സിലെ പാരടി ഉണ്ടല്ലോ ഇല്ലേ, അത് ഓർത്തിട്ട് പാടുമ്പോൾ ശരിയാവും. യേശുവേ രാജാവേ എന്നിൽ വാസം ചെയ്യണേ. എന്താ പാടിയേ? യേശുവേ രാജാവേ എന്നിൽ വാസം ചെയ്യണേ. നിങ്ങൾ കേട്ട പാരടി ഇതും കൂടി ഒന്ന് ഒപ്പിച്ചു നോക്കിക്കേ. അത് നിങ്ങളെ തള്ളി കയറുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പ്രയോഗിക്കുക. പാരടി ഒഴിവായി പൊക്കോളും. കാരണം അത് മനസ്സിനൊരു സുഖം തരുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കട്ടോ. അതിന് 5-8 വരികളുണ്ട് എങ്കിൽ ആദ്യം ഇത് മാത്രം നോക്കുക. എന്തെന്നാ പറഞ്ഞേ? യേശുവേ രാജാവേ എന്നിൽ വാസം ചെയ്യണേ. കേട്ടാ, നമുക്കൊരു ആൻറ്റിഡോട്ട് വേണം. നമ്മൾ ജീവിക്കുന്ന ലോകം ദുഷ്ടലോകമാണ് അല്ലേ? ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അവിടെ നിന്ന് പലതും തള്ളിക്കയറും ഇങ്ങോട്ട് ഇല്ലേ? കടലിൽ കിടക്കുന്ന മത്സ്യത്തിന് വെള്ളത്തിന് ഉപ്പുണ്ടെങ്കിലും അതിന് ജീവനുള്ള കാലത്തോളം ആ ഉപ്പ് മത്സ്യത്തിന്റെ ശരീരത്തിലേക്ക് കയറില്ല. ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ഉപ്പ് കയറും. അതുപോലെ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എങ്കിൽ പാരഡിയോ കോമഡിയോ എന്തോ ആയിക്കോട്ടെ, അത് മാത്രമേ മനസ്സിലുണ്ടാവൂ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ബൈബിള് വായിക്കുമ്പോഴും സൺഡേ സ്കൂളിൽ പോകുമ്പോഴും എല്ലാം ഇതിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ റോള് ചെയ്തു പോകും. ഈ കേൾക്കുന്ന വചനങ്ങളൊന്നും മനസ്സിൽ തങ്ങുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്കൊരു പിന്മഴയുടെ ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലേ ഞാനീ പറയുന്ന എല്ലാം നിങ്ങളുടെ മനസ്സിൽ കയറുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുവരെ പഠിച്ചപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം ഡിജിറ്റൽ ഉപവാസം, നോ ഫോൺ സോണുകൾ. അടുത്തൊരു ട്രിക്കുണ്ട്, വളരെ ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അഡിക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പേരിങ്ങനെയാണ്, ഗ്രേ സ്കെയിൽ ട്രിക്ക് എന്നാണ് അതിൻ്റെ പേര്. ഗ്രേ സ്കെയിൽ ട്രിക്ക് എന്നത് ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായൊരു മാർഗമാണ്. നമ്മുടെ തലച്ചോറിനെ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ ഇതെങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗ്രേ സ്കെയിൽ ട്രിക്ക്? നമ്മുടെ സ്മാർട്ട് ഫോണിലെ വർണ്ണാഭമായ ഡിസ്പ്ലേ, അതായത് വൈബ്രന്റ് കളേഴ്സ്, ഹൈ ഡോപ്പമൈൻ കളേഴ്സ്, സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും എല്ലാം പ്രതികരണങ്ങൾ നമ്മിൽ സൃഷ്ടിക്കുന്ന ഹോർമോണാണ് ഡോപ്പമൈൻ. ആ ഡോപ്പമൈൻ വർദ്ധിപ്പിക്കുന്ന കളേഴ്സാണ് ഫോണിൽ നമുക്ക് അധികം കാണാൻ കഴിയുന്നത്. ആ ഡിസ്പ്ലേ മാറ്റിയിട്ട് സ്ക്രീൻ പൂർണ്ണമായും കറുപ്പും വെളുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുന്ന രീതിയാണ് ഗ്രേ സ്കെയിൽ ട്രിക്ക്. ഇതെങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ കുറയ്ക്കുന്നത്? ഡോപ്പമൈൻ കുറയ്ക്കുന്നു, അതായത് റിമൂവ്സ് ദ റിവാർഡ്. നമ്മുടെ മസ്തിഷ്കം തിളക്കമുള്ള നിറങ്ങളോട്, പ്രത്യേകിച്ച് ചുവപ്പ് നീല നിറങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നവയാണ്. നമ്മളൊന്ന് റോഡിലേക്ക് ഇറങ്ങി നോക്കിക്കേ, കറുത്ത വസ്ത്രം ധരിച്ച കുറച്ച് പേര് വരുന്നു, എന്നാൽ നല്ല നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച കുറച്ച് പേര് വരുന്നു. നമ്മുടെ കണ്ണ് എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം ഏറ്റവും കളറ് കൂടിയ വസ്ത്രത്തിലേക്ക് അല്ലേ? അതാണ് ഫോണിൻ്റെ ട്രിക്ക്. അതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ രക്ഷപ്പെടാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മസ്തിഷ്കം തിളക്കമുള്ള നിറങ്ങളോടാണ്, പ്രത്യേകിച്ച് ചുവപ്പ് നീല നിറങ്ങൾ, അതിനോടാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആപ്പുകളിലെ നോട്ടിഫിക്കേഷനുകൾ ചുവന്ന നിറത്തിൽ നൽകുന്നത് നമ്മെ ആകർഷിക്കാനാണ്. സ്ക്രീൻ ഗ്രേ സ്കെയിലിലേക്ക് മാറ്റുന്നതോടെ ഈ ദൃശ്യസുഖം, കൺമോഹം, ഈ ദൃശ്യസുഖം, വിഷ്വൽ റിവാർഡ് ഇല്ലാതാകുന്നു. ഇത് ഡോപ്പമിൻ ഉൽപാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. വശീകരണം ഇല്ലാതാക്കുന്നു അല്ലേ? നമ്മളെ വശീകരിച്ച് കൊണ്ടുപോകാനുള്ള അതിൻ്റെ ആ പവർ അങ്ങ് കുറഞ്ഞു പോകും. നമ്മുടെ മോഹങ്ങളെ ആകർഷിച്ച് വശീകരിക്കുന്നത് ഇത്തരം നിറപ്പകിട്ടുള്ള കാഴ്ചകളാണ്. ഇൻസ്റ്റാഗ്രാം റീൽസുകളും ഗെയിമുകളും കറുപ്പും വെളുപ്പും നിറത്തിൽ കാണുമ്പോൾ അവയുടെ ആകർഷണീയത പകുതിയിലധികം കുറയുന്നു. തന്മൂലം ഫോൺ ഉപയോഗിക്കാനുള്ള വശീകരണം ഇല്ലാതാവുന്നു. ഇത് നിങ്ങൾ ബോധപൂർവം ചെയ്താൽ മാത്രമേ മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ട്രിക്കിന്റെ പേരെന്തോന്നാ? ഗ്രേ സ്കെയിൽ ട്രിക്ക്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കട്ടോ. സെറ്റിങ്സ് കയറിയിട്ട് ഡിസ്പ്ലേയിൽ അത് ചേഞ്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് സാധിക്കും. ഒന്ന് ശ്രമിച്ച് നോക്ക്, ഉപകാരപ്പെടും. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വശീകരണം കുറയും. ബോധപൂർവമായ ഉപയോഗം. ഫോൺ കളർ അല്ലാതാകുമ്പോൾ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തുകയും അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രം ഫോൺ എടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ആദ്യം വായിച്ചതുപോലെ 2 Corinthians 10:5 വായിച്ചതുപോലെ നമ്മുടെ വിചാരങ്ങളെ പിടിച്ചടക്കാൻ ഈ രീതി സഹായിക്കുന്നു. കാരണം സ്ക്രീനിലെ ആകർഷണങ്ങൾ കുറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്കും മറ്റു ഉത്തരവാദിത്വങ്ങളിലേക്കും തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇത് വചനപരമായിട്ടുള്ള അടിത്തറ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. ഡീടോക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മീകമായ ഒരു അച്ചടക്കമാണ്. മുതിർന്നവരും അല്ലാത്തവരും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം ഫോൺ വളരെയധികം കവർന്നെടുക്കുന്നുണ്ട്. ബൈബിൾ വായനയുടെ സമയം ഫോൺ കവർന്നെടുക്കുന്നുണ്ട്.
അതുകൊണ്ട് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 12:43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ പ്രത്യേക കാര്യം കാണാം. മത്തായിയുടെ സുവിശേഷം 12:43-45. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ആർക്ക് ഭവിക്കും? ദുഷ്ടതലമുറയ്ക്ക്. എന്ന് വെച്ചാൽ ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ പാവമങ്ങനെ ചെയ്തവർ പരമാധിയോടെ നശിച്ചിടും. അല്ലേ? ദൈവകോപത്തിയിൽ നീയും ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. അപ്പോൾ ഈ ദുഷ്ടതലമുറയ്ക്ക്, കേട്ടോ, പറഞ്ഞ അനുസരിക്കില്ലാത്തവർക്ക് എന്ത് സംഭവിക്കും? ഫോണിന്റെ അഡിക്ഷൻ ആയിരുന്നു. ശരി, ഡിസംബർ 25 കൊട്ടാരക്കര സെന്ററിൽ വെച്ച് ക്ലാസ് നടത്തി ഫോൺ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നു. എനിക്കത് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങ് നിർത്തി. 4 മണിക്കൂറാണ് ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം 4 മണിക്കൂർ വേക്കൻ്റായി. പകരം ഞാൻ അവിടെ ഒന്നും ഫില്ല് ചെയ്തില്ല. വേക്കൻ്റായി കിടന്നാൽ ആര് വരും? വിട്ടുപോയവനേക്കാൾ ശക്തിയുള്ള 7 പേരെയും ചേർത്തുകൊണ്ട് അവൻ തിരിച്ചു വരും. അപ്പം നമ്മൾ ആ വേക്കൻസി ഫില്ല് ചെയ്യണം. മനസ്സിലായോ? ആ 4 മണിക്കൂർ പിന്നെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കാനുള്ളത് പഠിക്കുക, മുതിർന്നവരാണെങ്കിൽ വചനം വായിക്കേണ്ടത് വായിക്കുക, ആത്മീയമായി വളരാനുള്ളത് ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ ഫോൺ മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യതയിൽ വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ നാം തയ്യാറാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിന് തയ്യാറാകുന്നില്ലെങ്കിൽ, ശൂന്യമായി കിടന്നാൽ ദുശീലങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പതിരിനേക്കാൾ കഷ്ടമായി മാറും. ഇല്ലേ? ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടും. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അതുകൊണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹം എപ്പോഴും എന്താണ്? ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അല്ലേ? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അതൊരു ദാഹമാണ് മക്കളെ. ആത്മാവിനൊരു ദാഹമുണ്ട്. ആ ദാഹം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല, ഫേസ്ബുക്ക് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല, യൂട്യൂബ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ കഴിയൂ. ക്രിസ്തുവിനെ അല്ലാതെ നിങ്ങൾ വേറെ എന്തിനെ കൊണ്ടെങ്കിലും ഫില്ല് ചെയ്താൽ ആ ഹൃദയം തകർന്നു പോകും. ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ആ ദാഹം നിങ്ങൾ വേറെ എന്തിനെങ്കിലും കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ, യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ ദാഹിച്ചു. എന്തിനു വേണ്ടി ദാഹിച്ചു? ലാസറിന്റെ പെരുവിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. ആത്മാവിൻ്റെ ഈ ദാഹം നിങ്ങൾ തീർക്കുന്നില്ല എങ്കിൽ പിന്നീട് ദാഹിക്കേണ്ടി വരും. വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് പോയി കിടന്നാൽ ദാഹിക്കുന്നേ. അവിടെ ദാഹിച്ചിട്ടൊരു കാര്യമില്ല. അവിടെ ചെന്ന് അടി കൊണ്ടിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഫോൺ അഡിക്ഷൻ നിങ്ങൾ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ രക്ഷ നേടുക. നിങ്ങൾ തന്നെ ദൈവത്തോട് പറയുക, ദൈവമേ, ഇങ്ങനെ ഒരു പ്രശ്നത്തിലകപ്പെട്ട് കിടക്കുകയാണ്. എനിക്കിതിങ്ങനെ നെവർ എൻഡിങ് സ്ക്രോളിങ് മുഖാന്തരം ഞാനും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇല്ലേ? കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ചെങ്ങലയെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് വിടുവിക്കണമേ. ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? ദൈവമേ, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനുമാകും. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് വിടുവിക്കും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഇതാരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഗിൽറ്റി കോൺഷ്യൻസിന്റെ ആവശ്യമില്ല, കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടേ? രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് വേണ്ടത്. രക്ഷയെ കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും.
നിങ്ങൾക്ക് ആഗ്രഹം മാത്രം മതി, ബാക്കി ദൈവം നോക്കിക്കോളും. എവറി ഹാബിറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ്. എല്ലാ ശീലവും മനസ്സിലാണ് ആരംഭിക്കുന്നത്, അല്ലേ? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ്, അല്ലേ? ഇത് മീൻ പിടിക്കാൻ ഇര കോർക്കുന്നത് പോലെയാണ് ഈ വശീകരണം കേട്ടോ. മീൻ പിടിക്കാൻ ഇര കോർത്ത് ചൂണ്ടിടുന്നത് പോലെയാണ് ഈ വശീകരിക്കുന്നത്. ഈ ആപ്പുകളുടെ ഡിസൈൻ അങ്ങനെയാണ് മക്കളെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പോയി അവിടെ ഇരുന്ന് ജോലി ചെയ്ത് അവർക്ക് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി, അവർക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് അവർ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ എന്നെ എങ്ങനെയെങ്കിലും വശീകരിക്കണമെന്നുള്ള മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ, അല്ലേ? ഒരു തെറ്റായ ചിന്തയോ മോഹമോ മനസ്സിൽ വരുമ്പോൾ അതിനെ അവിടെ തന്നെ നശിപ്പിക്കാതിരുന്നാൽ അത് ഗർഭം ധരിക്കുന്നു, അതായത് മനസ്സിൽ വളരാൻ തുടങ്ങുന്നു. പിന്നെ ഫോൺ എടുക്കാനുള്ള ആഗ്രഹം നിയന്ത്രിക്കാതിരിക്കുമ്പോൾ അത് പ്രവൃത്തിയായി, പാപമായി, ദുശീലമായി മാറുന്നു. ഇവിടെ പാപം വന്നത് ദൈവഗതത്തിനും നമ്മുടെ തന്നെ വളർച്ചയ്ക്കും തടസ്സമാകുന്ന പ്രവൃത്തിയാണ്. ആ പാപം മുഴുക്കുന്നു. അത് പാപം മുഴുത്തിട്ടാണ് പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ആ ഹാബിറ്റ് മച്യൂറായി മാറുകയാണ്. പാപം മുഴുക്കുന്നു, പിന്നീട് അത് മരണത്തെ പെറുന്നു. അതിന്റെ കോൺസിക്വൻസസ് അതാണ്. ഇവിടെ മരണമെന്ന് സൂചിപ്പിക്കുന്നത് ശാരീരിക മരണമുണ്ട്, സമയത്തിന്റെ മരണമുണ്ട്, ബന്ധങ്ങളുടെ മരണമുണ്ട്, ആത്മീയ മരണമുണ്ട്. 4 തരം മരണമാണ് അതുകൊണ്ട് നടക്കുന്നത്. എന്തായിരുന്നു ആ വാക്യം? യാക്കോബിന്റെ ലേഖനം 1:14-15. ആ മരണം ഒന്ന് നോക്കിയിട്ട്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മരണം 4 തരം. ഒന്ന് ശാരീരികമായ മരണം. നിങ്ങൾ ശാരീരികമായിട്ട് തകർന്നു പോകും. കഴുത്ത് വേദന, കണ്ണുവേദന, തലച്ചോറിന് വളർച്ചയില്ലായ്മ, പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ, ഇതെല്ലാം നിങ്ങളെ ബാധിക്കും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ സമയത്തിന്റെ മരണം. എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇതുവരെ ഫോണിൽ ചെലവഴിച്ചവർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം വിലപ്പെട്ട സമയം എത്രമാത്രം വേസ്റ്റാക്കി എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത് ബന്ധങ്ങളുടെ മരണം. പ്രിയപ്പെട്ടവരോട് സംസാരിക്കാതെ ഫോണിൽ ഇരിക്കുന്നത് ബന്ധങ്ങളെ കൊല്ലുന്നു. അടുത്തിരിക്കുന്നവരുമായിട്ട് സംസാരിക്കുന്നില്ല, ദൂരെ ഇരിക്കുന്നവരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബന്ധങ്ങൾ നശിച്ചു. ആത്മീയമായ മരണം. ദൈവത്തോടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയിലും തണുപ്പൻ മനോഭാവം ഉണ്ടാവും. അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. 2 കൊരിന്ത്യർ 10:5 നമ്മൾ വായിച്ചു, വിചാരങ്ങളെ പിടിച്ചടക്കണമെന്ന്, അല്ലേ? പൗലോസ് എന്താണ് അവിടെ പറഞ്ഞതെന്നറിയാമോ? സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി പ്രായോഗികമായ യുദ്ധതന്ത്രം. ശത്രുവിനെ പിടിച്ചു കിട്ടുവാണ്. ക്യാപ്റ്റീവ് യുദ്ധതന്ത്രമാണ് അവിടെ. എന്താണ് നമ്മുടെ ശത്രു? നമ്മുടെ വിചാരങ്ങൾ. ആ വിചാരങ്ങളെ എങ്ങനെ ക്യാപ്റ്റീവ്സ് ആക്കാം, നമുക്ക് പിടിച്ചടക്കാം, അടിമയാക്കാം, അല്ലേ? അതാണ് അവിടെ പൗലോസ് പറയുന്നത്. സങ്കല്പങ്ങളെ ഇടിച്ചു കളയുക, ഡിമോളിഷിങ് ഇമാജിനേഷൻസ്. ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുക. ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഗർഭം ധരിച്ചു, പാവത്തെ പ്രസവിച്ചു, അത് മുഴുത്ത് മരണത്തെ പെറുന്നു, ഇല്ലേ? ആത്യന്തികമായി നമ്മെ നിത്യമരണത്തിൽ എത്തിക്കും. ഫോൺ അഡിക്ഷൻ പലപ്പോഴും തുടങ്ങുന്നത് തെറ്റായ ഒരു സങ്കല്പങ്ങളിലൂടെയാണ്. എന്താണെന്നറിയാമോ? ആദ്യമേ തുടങ്ങിയത് എങ്ങനെയാ? ഇതൊരു 5 മിനിറ്റ് നോക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും, ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്, ഇല്ലേ? എത്ര കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എത്ര കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് എടുത്തിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? 5 മിനിറ്റല്ലേ നോക്കിയുള്ളൂ, ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ലാന്നേ, കുറച്ചു നേരം നോക്കിയാന്ന് ഒരു റിലാക്സ് ചെയ്യാം, അല്ലേ? ശരി. ഇത്തരം വ്യാജ ചിന്തകളെ, ഇമാജിനേഷൻസിനെ ആദ്യം തന്നെ തിരിച്ചറിയണം. അവയെ സത്യം കൊണ്ട് ഇടിച്ചു കളയാനും പഠിക്കണം. ഇതൊക്കെ ദൈവപരിജ്ഞാനത്തിന് വിരോധമായ ഉയർച്ചകളാണ്. എവരി ഹൈ തിങ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നൽകേണ്ട സ്ഥാനത്തേക്കാൾ ഉയരത്തിൽ മറ്റെന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇടിച്ചു കളയേണ്ട ഉയർച്ചയാണ്. പ്രാർത്ഥനയെക്കാളും വായനയെക്കാളും ഒരു വ്യക്തി ഫോണിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അവിടെ ഫോൺ ഒരു വിഗ്രഹമായി മാറുകയാണ്. മോഡേൺ ഐഡൽസ്, അല്ലേ? നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്താണ് പ്രതിജ്ഞ എടുക്കേണ്ടത്? വി ടേൺ ഡൗൺ മോഡേൺ ഐഡൽസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വി ടേൺ ഡൗൺ മോഡേൺ ഐഡൽസ്. ഞങ്ങൾ ടേൺ ഡൗൺ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ താഴേക്ക് തള്ളിക്കളയുന്നു മോഡേൺ ഐഡൽസ്. ഇതൊക്കെ ആധുനികമായ വിഗ്രഹങ്ങളാണ്. വി ടേൺ ഡൗൺ മോഡേൺ ഐഡൽസ്. എന്താ പറഞ്ഞേ? യെസ്. ഇവിടെ പിടിച്ചടക്കി, ടേക്ക് ക്യാപ്റ്റീവ് എന്ന വാക്ക് ഒരു യുദ്ധക്കളത്തിലെ തടവുകാരനെ പിടിക്കുന്നത് പോലെയാണ്. ഒരു വിചാരണം, ഉദാഹരണത്തിന് ഒന്ന് ഫേസ്ബുക്ക് നോക്കിയാലോ, അല്ലെ ഒന്ന് റീൽസ് നോക്കിയാലോ, ഈ ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനൊരു തടവുകാരനെ പോലെ പിടികൂടണം. ഇല്ലെങ്കിൽ ആ ചിന്ത നിങ്ങളെ പിടികൂടി കൊണ്ടുപോകും. രണ്ടിലൊന്നേ നടക്കും. ഒന്നുകിൽ നിങ്ങൾ അടിമയാകും, അല്ലെങ്കിൽ നിങ്ങൾ ആ ചിന്തകളെ അടിമകളാക്കും.
ഒരു ചിന്ത വന്നാലുടൻ അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഈ വിചാരം ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഒന്നാണോ എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വാക്യങ്ങൾ ഉരുവിടുക. എന്താ ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചില്ല, 2 കൊരിന്ത്യർ 10:5 വായിച്ചു ഇല്ലേ? ദൈവവചനത്തെ ചിന്തകളാൽ നിയന്ത്രിക്കുക, വാക്യങ്ങൾ ഉരുവിടുക. അതിനാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്, അതിനാണ് മനപ്പാഠ വാക്യങ്ങൾ പഠിക്കുന്നത്. അത് നമ്മൾ ജീവിപ്പിക്കും. ഈ വചനങ്ങൾ നമ്മൾ ആത്മീയമായി വളർത്തും ഇല്ലേ? പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പും. ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ ഈ കുഞ്ഞുങ്ങളുടെ വാർഡുണ്ടല്ലോ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ കിടത്തുന്ന കുഞ്ഞുങ്ങളുടെ വാർഡ്, അതിൽ പോകുമ്പോൾ അറിയാം നിങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ? എന്തിനു വേണ്ടിയാ കരയുന്നേ? കഥ കേൾക്കാനാണോ? റീൽസ് കാണാനാണോ? മൊബൈൽ കൊടുത്താൽ കരച്ചിൽ നിൽക്കുവോ? ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ നിൽക്കുവോ? പിന്നെ എന്ത് കൊടുത്താൽ നിൽക്കും? പാല് കൊടുത്താൽ നിൽക്കും ആ കരച്ചിൽ. അതേ ആഗ്രഹം നമുക്ക് എന്തിലുണ്ടായിരിക്കണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അങ്ങനെ വാഞ്ചുള്ളവർ കുറെ പേരോട് ഇരിപ്പുണ്ട് കേട്ടോ ഇല്ലേ? അങ്ങനെ വാഞ്ചുള്ളവരില്ലേ? ഉണ്ടാകും ഇല്ലേ? രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം എന്ന ആഗ്രഹമുള്ളവർ കാണും ഇല്ലേ? അത് പ്രാർത്ഥിച്ച് വചനം വായിക്കുക. ആദ്യം നിങ്ങൾ വചനം പഠിക്കുന്നത് ശുദ്ധീകരണം പ്രാപിക്കണം കേട്ടോ. ഏതും എല്ലാം ചെയ്തേച്ച് വന്നിട്ട് ഉടനെ കയറിയെന്ന് ബൈബിൾ വായിക്കാൻ നോക്കരുത്. കർത്താവേ, എൻ്റെ ചിന്തകളിലും സംസാരത്തിലും പ്രവൃത്തിയിലും വന്ന എല്ലാ കുറ്റങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണം, യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴി ശുദ്ധീകരിക്കണം. ഞാൻ അങ്ങയുടെ തിരുവചനം വായിക്കാൻ പോവുകയാണ്. അങ്ങയുടെ തിരുവചനത്തിൽ അത്ഭുത കാര്യങ്ങൾ കാണാൻ തക്കണം. എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനയച്ച് എനിക്ക് വചനം വെളിപ്പെടുത്തി തരണമേ. ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചിട്ട് വേണം വചനം വായിക്കാൻ. വചനത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ആ ദൈവം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നാൽ നിങ്ങൾ സക്സസ് ജയിച്ചു കേട്ടാ. അങ്ങനെ ചെയ്യാട്ടോ. അടുത്തെന്താണ്? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന ഈ ഉയർച്ച, നമ്മുടെ മുകളിൽ നമ്മളെ സ്വാധീനിച്ച് നിൽക്കുന്ന ഈ ഫോൺ എന്ന് പറയുന്ന ഉയർച്ച, അതിനെ താഴ്ത്താൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിശ്ചിത സമയം ഫോൺ പൂർണ്ണമായും ഓഫ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തു നോക്ക്. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇത്രയും വലിയ അഡിക്ഷൻ ആണെങ്കിൽ മാത്രം. ഇത് ചികിത്സയുടെ ഭാഗമാണ്. പറ്റുമെങ്കിൽ മതി. ഇനി വിശുദ്ധിക്കായി നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ടി വരും അല്ലേ? സ്വർഗസ്നായ ദൈവമേ, അങ്ങയുടെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി എൻ്റെ ചിന്തകളിൽ പൊങ്ങി വരുന്ന എല്ലാ അനാവശ്യ മോഹങ്ങളെയും ഞാൻ തിരിച്ചറിയുന്നു. ഇത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. വശീകരിക്കപ്പെട്ട് പാപത്തിലേക്ക് വീണു പോകാതെ എൻ്റെ വിചാരങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞാൻ പിടിച്ചടക്കുന്നു. എൻ്റെ സമയം അങ്ങയുടെ ദാനമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഫോണിൽ പാഴാക്കി കളയാതെ അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ ഉപയോഗിക്കും. ആകർഷണങ്ങൾ തോന്നുമ്പോൾ അവ പാപത്തെ പ്രസവിക്കുന്നതിന് മുൻപേ ദൈവവചനത്താൽ ഞാൻ അവയെ ഇടിച്ചു കളയും. എൻ്റെ ഫോണിൻ്റെ അടിമയായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ദാസനായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ നിശ്ചയമായി സഹായിക്കും. ഇതെല്ലാം വിശദമായിട്ട് ഒറ്റ ക്ലാസ്സായിട്ട് എടുക്കേണ്ടതാണ്. ഇനി 2-3 വിഷയങ്ങളുള്ളതുകൊണ്ട് സ്പീഡിൽ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒന്ന് ഡിജിറ്റൽ സ്റ്റുവാർഡ്ഷിപ്പ്, കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 6:2 മത്തായിയുടെ 25:19 ദാസന്മാരുടെ യജമാനൻ അവരുമായി കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് കണക്ക് ചോദിക്കുന്നത്? ഫോണിന്റെ ദോഷവശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ ഗുണങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ ഡിജിറ്റൽ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ദൈവം നമുക്ക് നൽകിയ സമയത്തെയും സാങ്കേതിക വിദ്യയും ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനൊരു പാട്ടുണ്ട് കേട്ടോ. കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം, ശരിക്കൊരുത്തരം നൽകാൻ നിനക്ക് വല്ലതുമുണ്ടോ? ശരിക്കൊരുത്തരം നൽകാൻ നിനക്ക് വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ മനുജ? കണക്കെഴുത്തിന്റെ പ്രമാണി നമ്മെ വിളിച്ചു ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഞാൻ നിനക്ക് തന്ന ഫോൺ നീ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് തന്ന സമയം നീ എന്ത് ചെയ്തു എന്ന് ദൈവം ചോദിക്കുന്ന സമയം അതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ലഹരിയുടെ ആസക്തിയാണ്. അത് നിങ്ങൾക്ക് പലർക്കും ഇവിടെ ഇല്ലയെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളുടെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്നത് നിമിത്തമൊക്കെ ചിലപ്പോൾ പുക വലിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള പാപങ്ങളിലേക്ക് പോകാൻ തോന്നുകയോ ഒക്കെ ചെയ്യുന്ന ഒരു
സ്വഭാവമുണ്ട് ചിലർക്ക്, എല്ലായിടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അടിമത്തത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അതും ശാരീരികമായും മാനസികമായും ആത്മീയമായും സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം നിങ്ങളെ നശിപ്പിക്കുന്നതാണ്. അതിനകത്തൊന്നും അകപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. വളരെയധികം കാര്യം പറയാനുണ്ടെങ്കിലും നമുക്കിപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, കുട്ടികൾ അവരുടെ ചെറുപ്രായത്തിൽ പ്രണയാസക്തിക്ക് വിധേയരാകാറുണ്ട്. അതായത് ലവ് അഡിക്ഷൻ. സമയം പ്രായമായി കഴിയുമ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ്, പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പോയി അകപ്പെടരുത്. നിങ്ങൾ വളരുന്ന പ്രായമാണ്. നിങ്ങളുടെ ഫ്രോണ്ടൽ ലോബ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത് നിങ്ങൾ വളർച്ച പ്രാപിക്കാത്ത കാലമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. 1-2 കേസുകൾ എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് MG യൂണിവേഴ്സിറ്റിയുടെ ഗൈഡൻസ് ബ്യൂറോയുടെ ഒരു പ്രോഗ്രാം അവിടെ അടുത്തുള്ള ഒരു കോളേജിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ കോളേജിൽ ഒരു ആശംസ പറയാൻ വേണ്ടി എന്നെ വിളിച്ചു. അവിടെ അത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ MCOM കുട്ടികൾക്കും ഫൈനൽ BCom കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് പ്രോഗ്രാം ആയിരുന്നു. അതിനകത്ത് ഞാൻ ആശംസ പറയാൻ വിളിച്ചപ്പോൾ, അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിച്ചപ്പോൾ കുട്ടികൾ തമ്മിൽ പറയുകയാണ്, എടാ കോട്ടയത്ത് ഇന്ന തിയേറ്ററിൽ ഇന്നൊരു പടം വന്നിട്ടുണ്ട്, നമുക്ക് പോകാം. അപ്പോൾ ക്ലാസ്സോ? ഇല്ലടാ, അത് ഗൈഡൻസ് പ്രോഗ്രാം അല്ലേ, നമുക്ക് പോകാം, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പം എൻ്റെ മനസ്സിലൊരു വലിയ വേദന ഉണ്ടായി. കാരണം ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കോളേജിലേക്ക് അയച്ചിരിക്കുന്നത് ഒരുപക്ഷെ അവൻ്റെ പിതാവ് വല്ല കൂലിപ്പണിക്ക് പോയിട്ടോ റോഡിൽ ടാർ ചെയ്യാൻ പോയിട്ടോ ഒക്കെ പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും അയച്ചത്. അമ്മ വല്ല കൂലിപ്പണിക്കോ തൊഴിലുറപ്പിനോ പാടത്ത് പണിക്കൊക്കെ പോയിട്ടായിരിക്കും അയച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാ. മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കി എന്നെ കോളേജിലേക്ക് അയച്ചിരിക്കുന്നത്. അവൻ്റെ ആഗ്രഹം എപ്പോഴും നിഴലിൻ്റെ പിന്നാലെ പോകണമെന്നുള്ളതാണ്, അല്ലേ? നിഴലിൻ്റെ പിന്നാലെ പോകരുത്. അപ്പം എൻ്റെ മനസ്സിലത് വലിയ വേദനയുണ്ടായി. ഞാനവിടെ ആശംസാ പ്രസംഗത്തിന് ചെന്നപ്പോൾ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള 2 ഉദാഹരണങ്ങൾ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിപ്പോൾ തീരുമാനം എടുക്കേണ്ട പ്രായമായില്ല. നിങ്ങൾ അതുകൊണ്ട് മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും എല്ലാം അനുസരണമുള്ളവരായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങും എത്തുകയില്ല. 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം വീട് ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം സംഭവം നടക്കുന്നതനുസരിച്ച് വേണം പറയാൻ. മുളന്തുരുത്തിയിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അയൽവാസിയാണ്. അവനൊരു ടാങ്കർ ലോറിയിൽ ക്ലീനറാണ്. അമ്പലമോള് റിഫൈനറി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പെട്രോളിയം റിഫൈൻ ചെയ്ത് പെട്രോൾ, ഡീസൽ, ഗ്യാസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിലൊരു ടാങ്കർ ലോറിയിൽ അവൻ ക്ലീനറായിട്ട് പോവുക. അവിടെ നിന്ന് ലോഡ് എടുത്ത് തിരുവനന്തപുരത്തുള്ള എവിടെ എത്തിക്കുക, അതാണ് അവൻ്റെ. ആ ലോറി ക്ലീനറാണ്. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവർ പിന്നെ വണ്ടി ഓടിക്കാൻ കൊടുക്കും, റിവേഴ്സ് എടുക്കാനും തിരിച്ചിടാനൊക്കെ കൊടുക്കും. ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയാം, ബസ് ഓടിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരണം, ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി, അവസരം വരട്ടെ, ഞാൻ ആരോടെങ്കിലും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സഭയിലെ ഒരു സഹോദരൻ ബസ്സിൽ മുതലാളിയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബസ് ഓണർ എന്നെ വിളിച്ചു, ഇന്ന സമയത്ത് ഇന്നടുത്ത് വരിക, ചോറ്റാനിക്കരയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നൊരു ബസ്സുണ്ട്, എറണാകുളം കലൂർ വരെയാണ് ആ ബസ്, ചോറ്റാനിക്കര കലൂർ. അപ്പം നാളെ അവിടെ ഡ്രൈവർ ഇല്ല, ഇവിടെ വരാൻ പറയണം. ശരി, ഇവിടെ പോകാൻ പറഞ്ഞു. കാക്കി ഷർട്ടില്ല. ബസ്സുകാർ തന്നെ അത് സംഘടിപ്പിച്ചു കൊടുത്തു. ചോറ്റാനിക്കരയിൽ നിന്ന് ബസ് എടുത്തു. നിറയെ ആളുകളുണ്ട്. വെളുപ്പിനാല് മണി. അവൻ ഒരു കണക്കിന് ബസ് ഓടിച്ചോടിച്ച് തിരുവാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ ലോറിക്കിട്ട് ഇടിക്കേണ്ടതായിരുന്നു. ഒരു കണക്കിന് രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി ഓടിച്ചു കഴിയുമ്പോൾ ഹിൽ പാലസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും നേരം വെളുക്കാറായി. ഇവിടെ തിരക്ക് കൂടി തുടങ്ങി റോഡിൽ. ഇവൻ ആകെ പേടിയായി. ഇവൻ എന്ത് ചെയ്തു? ബസ് സ്റ്റോപ്പിൽ ബസ് ചവിട്ടി നിർത്തി. ഈ കാക്കി ഷർട്ട് ഊരി ഡ്രൈവറുടെ സീറ്റിലിട്ടിട്ട് അവനങ്ങ് ഇറങ്ങിപ്പോയി. ഒന്നും വേണ്ടിയില്ല. ഉദാഹരണം 1. ഉദാഹരണം 2, ഞാൻ അവിടെ പറഞ്ഞ കാര്യമാണ്. ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ ഓഫീസിൽ ഒരു പെൺകുട്ടിയും അതിൻ്റെ അമ്മയും കൂടി വന്ന് നിന്ന് കരയുകയാണ്. എന്തെങ്കിലും ജോലി തരണം. എന്താ വിഷയം? എന്തിനാ ഇതിന് മാത്രം കരയുന്നത്? കോട്ടയത്തൊരു ബസ് അപകടം ഉണ്ടായി. വൈക്കം കുമരകം വഴി കോട്ടയത്തേക്ക് വരുന്ന ബസ്, ലാസ്റ്റ് ട്രിപ്പ് 8 മണി. അന്നേരം ബസ്സിൻ്റെ ക്ലീനറാണ് സാധാരണ വണ്ടി ഓടിക്കുക, ഡ്രൈവർ മാറി കൊടുക്കും. അങ്ങനെ ക്ലീനർ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഓവർ സ്പീഡിലാണ് വന്നത്. ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ച് തകർത്ത് പുഴയിലേക്ക് വണ്ടി ഇറങ്ങിപ്പോയി. അവനും മരിച്ചു, കണ്ടക്ടറും മരിച്ചു, വേറെ കുറച്ച് ആളുകളും മരിച്ചു.
ആ മരിച്ചുപോയ കണ്ടക്ടറുടെ ഭാര്യയാണ് എൻ്റെ മുമ്പിൽ വന്ന് കരയുന്നത്. ജോലി വേണം, അമ്മയുണ്ട് കൂടെ. ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യത്തെ ആൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, അവൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി, ആരെയും ഉപദ്രവിക്കാൻ നിന്നില്ല, ആരെയും കൊന്നില്ല. രണ്ടാമത്തെ ആൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, പക്ഷെ അവൻ ഒത്തിരി പേരെ കൊന്നിട്ടാണ് പോയത്. ജീവിക്കാൻ നിങ്ങളിതുവരെയും പഠിച്ചിട്ടില്ല, ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ അനുസരിക്കുക, കർത്താവിൻ്റെ വേലക്കാരെ അനുസരിക്കുക, തന്നിഷ്ടം പോലെയും ബോധിച്ച പോലെയും പോകാതിരിക്കുക. ഈ കാര്യം ഞാനവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആ സ്റ്റേജിൽ വെച്ച് എന്നെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മാർവലസ്. പരസ്യമായിട്ട് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് പോലെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ പറയുക. ഞാനും അന്തം വിട്ടുപോയി. ഇത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് സാർ എന്നെ ബലമായിട്ട് പിടിച്ചു. പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, സാറേ BA എക്കണോമിക്സ് ഫൈനൽ ഇയർ ക്ലാസ്സിൽ സാർ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, എൻ്റെ ഇടയ്ക്ക് വന്നതാണ്. പറഞ്ഞാൽ പറ്റുകയില്ല, സാറ് വന്നേ പറ്റൂ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവിടെ രണ്ട് മതത്തിൽപ്പെട്ട ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സ്നേഹമായി. വീട്ടുകാരെതിർത്തു, അവർ ഒളിച്ചോടിപ്പോയി, എവിടെയോ പോയി പിടിച്ചുകൊണ്ട് വന്നു. കോളേജിൽ കുട്ടികൾ അവർക്ക് അനുകൂലമായി തിരിഞ്ഞു, കുറച്ച് പ്രതികൂലമായി തിരിഞ്ഞു, സ്റ്റാഫും അതുപോലെ അനുകൂലമായി തിരിഞ്ഞു. സമരം ചെയ്യാനായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന ആരംഭിക്കുന്നു. കോളേജ് പൂട്ടുന്ന വക്കിലാണ്. ഇതൊന്ന് പരിഹരിച്ചിട്ട് വേണം പോകാൻ. ഇതാണ് പ്രിൻസിപ്പാളിൻ്റെ ആവശ്യം. ഇത് ഇത്രയും ഗുരുതരമാണെങ്കിൽ വരാം സാറേ. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സാർ ക്ലാസ് എടുക്കുന്നു. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു, ഒന്ന് മാറി കൊടുക്കണം, ഇത് ഇന്നാരാണ് ഒരു ക്ലാസ് എടുക്കാൻ ഇന്ന വിഷയത്തിന് വേണ്ടിയിട്ട്. ശരി, 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് ഞാൻ വിളിച്ചു പ്രിൻസിപ്പളെ, സാറേ എങ്ങനെയുണ്ട്? ആ പ്രശ്നം സോൾവ് ആയി. ദൈവം എനിക്കന്നൊരു മെസ്സേജ് തന്നിരുന്നു. അത് ഞാൻ ആലോചിച്ചത് എവിടെ കൊണ്ട് ഉപയോഗിക്കും ദൈവമേ. അത് അന്ന് ഓഡിറ്റോറിയത്തിൽ ഉപയോഗിച്ചില്ല, ഈ ക്ലാസ്സിലത് ഉപയോഗിച്ചു. അതിങ്ങനെയായിരുന്ന വാക്ക്, ഓവർടേക്കേഴ്സ് ബിവെയർ ഓഫ് അണ്ടർടേക്കേഴ്സ്. നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന നിയമങ്ങളെ നീ ഓവർടേക്ക് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? നീ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ബിവെയർ ഓഫ് ദി അണ്ടർടേക്കേഴ്സ്. ശവപ്പെട്ടി തയ്യാറാക്കി കുഴി കുത്തി ശവം മറവ് ചെയ്യുന്നവരെയാണ് അണ്ടർടേക്കേഴ്സ് എന്ന് പറയുന്നത്. അവരവിടെ ഉണ്ടെന്നുള്ളത് നിനക്ക് ഓർമ്മ വേണം. ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ മറ്റൊരു ടീം അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഏകദേശം കുട്ടികൾക്ക് ബോധം വന്നു, കോളേജിന് ദോഷമൊന്നും സംഭവിച്ചില്ല. ഇനി രണ്ടാമത്തെ കേസ് ഈ പ്രണയാസക്തിയുള്ള ബന്ധത്തിലാണ്. വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ഒരനുഭവം കൂടി പറയാം. എൻ്റെ മകൻ്റെ ക്ലാസ്മേറ്റ്, അവന് ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് അവൻ അതിന് മുൻപ് പഠിച്ചിരുന്ന ക്ലാസ്സിലെ പെൺകുട്ടിയുമായിട്ട് ഈ ലവ് അഫെയറായി. അവസാനം ഇവൻ്റെ കൊള്ളരായ്മ കൊണ്ട് ആ പെൺകുട്ടി അതിൽ നിന്ന് ഒഴിവായി. ഇവനാകെ മാനസിക പ്രയാസമായി. ഇവൻ വീട്ടിൽ പ്രശ്നങ്ങളായി, അമ്മയെ TV-യുടെ റിമോട്ട് എടുത്ത് എറിയുക, പ്രശ്നങ്ങളുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയായി. അവസാനം കുടുംബത്തിൽ വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ വന്ന് പറഞ്ഞു, പപ്പ എന്നെ പോലെ ഒരു വിഷയമുണ്ടല്ലോ, നമുക്ക് അവിടം വരെ ഒന്ന് പോകണമല്ലോ. ശരി പോകാം. അങ്ങനെ പരിചയമുണ്ട്. അവിടെ ചെന്നു, മകനെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അവനതിനെപ്പറ്റി ഈ ബോധവൽക്കരണം നടത്തി. അവനത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ആ ഫോണിൽ കുറേ പടങ്ങളുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ഒത്തുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, അതെല്ലാം നീ ഡിലീറ്റ് ചെയ്യും, അതെല്ലാം എന്നിട്ട് ആ നമ്പർ ബ്ലോക്ക് ചെയ്യേ. അവനെല്ലാം സമ്മതിച്ചു. അവസാനം അമ്മയോട് ക്ഷമ പറയാൻ പറഞ്ഞു. അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞു. അച്ഛനോട് ക്ഷമ പറഞ്ഞു. അച്ഛനും അവനെ കൈവച്ച് അനുഗ്രഹിച്ചു. അത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ ക്രിസ്ത്യാനികളല്ല. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. തലേ തുണിയിട്ട് നിന്നു, പ്രാർത്ഥിച്ചു, സഹകരിച്ചു, ആ പ്രശ്നം പരിഹരിച്ചു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു കോളേജ് പൂട്ടിക്കണം, ഒരു വീട് നശിപ്പിക്കണം. ഈ യുവതലമുറ നിങ്ങളെ അതിനു വേണ്ടിയിട്ടാണോ വളർത്തിക്കൊണ്ട് വന്നത്? ഇത് കൂടുതലായിട്ട് ഞാനൊന്നും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. ഇതെല്ലാം ഓരോരോ വിഷയങ്ങളായിട്ട് എടുക്കാൻ നമുക്ക് സമയം തികയുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായി പോകരുത്, പതിരായി പോകരുത് മക്കളെ. ദൈവമാണ് നിങ്ങൾക്ക് തക്ക തുണയെ തരുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈ 25 വയസ്സ് വരെ നിങ്ങളുടെ ശ്രദ്ധിക്കണം, ഫ്രണ്ടൽ ലോബ്സ്, ന്യായ അന്യായങ്ങളെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ മസ്തിഷ്കം വളർന്നിട്ടില്ല. നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന പ്രായമാണത്. 25 വയസ്സിലെ നിങ്ങളുടെ ഫ്രണ്ടൽ ലോബ്സ്, ആ മസ്തിഷ്കം റീസണിങ് നടത്തുന്ന, എന്താണ് തെറ്റ് എന്താണ് ശരി തിരിച്ചറിയാനുള്ള ഫ്രണ്ടൽ ലോബ്സ് വളർച്ച പ്രാപിക്കുകയുള്ളൂ. അതുവരെ അടങ്ങിയിരിക്കണം. നിങ്ങൾക്ക്
തക്ക തുണയെ തരേണ്ടത് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് തരും. അത് ദൈവമാണ് യോജിപ്പിക്കേണ്ടത്, നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത്, നിങ്ങളല്ല ഒളിച്ചോടി പോകേണ്ടതല്ല, നിങ്ങൾ തന്നെ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതുമല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതിനെല്ലാം ഒരു ശിക്ഷാവിധി ഉണ്ടാകും. പൂച്ചയ്ക്കയുടെ വാലിന് തീ പിടിച്ചു. അടുപ്പിൻ്റെ പണ്ട് കാലത്തെ ഓലപ്പുരയൊക്കെയുള്ള കാലത്ത് അടുപ്പിൽ തീ കത്തിക്കും പുറത്ത്. പൂച്ചയുടെ വാലിന് തീ പിടിച്ചു. പൂച്ച രക്ഷപ്പെടാൻ എങ്ങോട്ടാണ് ഓടി കയറിയത്? ഓലക്കുടിലേക്ക്, വീട്ടിലേക്ക്. അപ്പോൾ കുടിലിന് എന്ത് സംഭവിച്ചു? കുടിൽ മൊത്തം കത്തിച്ചു. ഇങ്ങനെ നിങ്ങൾ തുടങ്ങരുത് ആരും. കാരണം കെണികളും പരീക്ഷകളും ആയിട്ട് പിശാച് മുൻപിലുണ്ട്. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങൾ വളരെ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ കാലഘട്ടം വളരെ മോശമാണ്. എന്താണിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലേ? ശാസ്ത്രത്തിന്റെ വളർച്ച ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമല്ല നാളെ. ശാസ്ത്രം അത്രയ്ക്ക് സ്പീഡിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക്സ് ഡിവൈസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ബോത്ത് അരിത്മെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ട്രാൻസാക്ഷൻസ് ഇല്ലേ? എത്രയും നിങ്ങൾക്ക് അറിയാവൂ. ഇനി കമ്പ്യൂട്ടറിന് ഒരു കാര്യം കൂടി വരാൻ പോവാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് അതുകൊണ്ട് ഐക്യമുണ്ട്, EQ ഇല്ല. ഇപ്പം ഈ മോനോട് കമ്പ്യൂട്ടർ മുമ്പിൽ ചെന്ന് നിന്നാൽ കമ്പ്യൂട്ടർ ചോദിക്കും, എന്താ മോനെ നിന്റെ മുഖം വാടിയിരിക്കുന്നേ, എന്താ വിഷമം? അത് കമ്പ്യൂട്ടറിന് മനുഷ്യന്റെ വികാരങ്ങൾ അറിയാൻ വേണ്ടി അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കി, അവന്റെ ശരീരത്തിന്റെ താപനില നോക്കി, ഹെർട്ടിന്റെ ബീറ്റ് റേറ്റ് അനുസരിച്ച് ഇവന് എന്ത് പരുവത്തിലാണെന്ന് തിരിച്ചറിയാനുള്ള EQ കൂടി ചേർത്തുകൊണ്ടുള്ള കമ്പ്യൂട്ടർ അതിന് വരാൻ പോകുന്നു. ഇത് എന്തിനാണെന്നറിയാമോ? ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാമോ? പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കും. ഏത് പ്രതിമയ്ക്ക്? മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കും. എവിടെ? അന്ത്യക്രിസ്തുവിന്റെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെ ആരാധിക്കാത്തവരെല്ലാം കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിക്കും. രണ്ട് കാര്യത്തിനാണ് ജീവൻ കിട്ടുന്നത്. ഒന്ന് സംസാരിക്കണം, ഒന്ന് കൊല്ലുവാൻ ഉത്തരവ് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദുഷ്കാലമാണ് അല്ലേ? നമ്മുടെ ഒരു പാട്ടില്ലേ, എന്തെന്നാ? അധർമ്മമൂർത്തിയായി വരും അന്ത്യക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ. അധർമ്മമൂർത്തിയായി വരും അന്ത്യക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ. പാരിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ എന്തിന് താമസമോ, എൻ പ്രിയനേ എന്തിന് താമസമോ, എന്നുള്ളത്തിൽ ആശനിൻമുഖം കാണാം, എന്നുള്ളത്തിൽ ആശനിൻമുഖം കാണാം. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ പാടിയതെന്താ? കർത്താവേ നീ എപ്പോൾ വരും? നിന്റെ മുഖം കാണാനുള്ള ആശ എന്നെ വർദ്ധിക്കുകയാണ്. ഇപ്പൊ കർത്താവ് വന്നാൽ നമ്മളെല്ലാവരും എടുത്തുകൊള്ളപ്പെടുവോ? നമ്മൾ ആ പാട്ട് പാടിയില്ലേ? അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അല്ലേ? ഇപ്പം ഞാൻ ഇവിടെ ലെസൺ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മളെ ഉദ്ദേശിച്ചത് ഒന്ന് വിനയം, വിശുദ്ധി, നല്ല വിളവായി നമ്മൾ കൂട്ടിവെക്കപ്പെടണം. അങ്ങനെ കൂട്ടിവെക്കപ്പെടുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കും? മത്തായിയുടെ സുവിശേഷം 13:30 ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:30. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. അന്ന് നീതിമാന്മാർ ആ വാക്യം, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. 43 വാക്യം കേട്ടോ. 13:43 ഇപ്പോൾ വായിച്ചത്. ഇപ്പൊ കൊയ്ത്തുകാലത്ത് കളപ്പുരയിൽ ധാന്യം കൂട്ടിവെക്കും. അങ്ങനെയുള്ള നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ എങ്ങനെ ശോഭിക്കും? സൂര്യനെ പോലെ ശോഭിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെയുണ്ട്, സകല സൃഷ്ടി ഇന്നുവരെയും വീറ്റുന്ന ഓടിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ തേജസ്സിൽ അവർ വെളിപ്പെടുന്നതിന് വേണ്ടി. നമ്മുടെ ഫെയ്ത്തോന്റെ മുറ്റത്ത് മാവ് ഉണ്ടില്ലേ? നിങ്ങൾ ഓരോരുത്തരും ഈ ഗേറ്റ് കടന്ന് വരുമ്പോൾ മാവ് എന്ത് പറയുമെന്നറിയാമോ? ഇവർ തേജസ് പ്രാപിച്ചു വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ ദ്രവത്വത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ. നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ മാവ് പറയുകയാണ്, അയ്യോ ഇവരെന്നാണ് പുത്രത്വം പ്രാപിക്കുന്നത്, ഇവരെന്ന് തേജസ് പ്രാപിക്കും, ഞങ്ങളുടെ ദ്രവത്വത്തിൽ നിന്ന് എന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടും. ഇതാണ് അവർ മാവും പ്ലാവും എല്ലാം സൃഷ്ടികളും ചോദിക്കുന്നത്. അപ്പം നമ്മൾ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി എടുത്തുകൊള്ളപ്പെടുകയും വീണ്ടും 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഈ ഭൂമിയിലേക്ക് തിരിവരികയും ചെയ്യുമ്പോൾ നമ്മുടെ തേജസ് തട്ടുമ്പോൾ ഈ സൃഷ്ടികൾക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കും. ഞങ്ങളുടെ ആഗ്രഹം എന്താ? ദൈവപുത്രന്മാർ
തേജസ്സോടെ വെളിപ്പെടണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താ ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ പോയിട്ട് തിരികെ വരുന്നത് ആകാംക്ഷയോടെ മുന്നോട്ടാഞ്ഞ് നോക്കിയിരിക്കുന്നത് പോലെ സൃഷ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞെന്താ? നീതിമാന്മാർ വന്ന് പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ആ പാട്ട്? സൂര്യപ്രഭയെ വെള്ളം തേജസ്സോടെ വാഴുമൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും. സൂര്യപ്രഭയെ വെള്ളം തേജസ്സോടെ വാഴുമൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും. പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചയിച്ചുവിൻ കൂടെ വസിച്ചിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഞാനോ എളിയവനും ദരിദ്രനുമാവുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. നമുക്കൊരു ദൈവമുണ്ട്. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ആ ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹമുള്ളവനാണ്, വിടുവിക്കാൻ ശക്തിയുള്ളവനാണ്. നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ് അതിനകത്ത് വിഷയമായിട്ടുള്ളത്. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ബലഹീനനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിതം യേശുവേ നിനക്കായി താഴ്മയിലും വിശുദ്ധിയിലും അങ്ങയെ സേവിച്ചിടാം, അങ്ങയെ സേവിച്ചിടാം. താഴ്മയിലും വിശുദ്ധിയിലും അങ്ങയെ സേവിച്ചിടാം, അങ്ങയെ സേവിച്ചിടാം. പകരണമേ, എന്നെ പകരണമേ, സീയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ, എന്നെ പുതുക്കണമേ, വിശുദ്ധിയിലാത്മാവിനെ പകരണമേ, എന്നെ പകരണമേ, സീയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ, എന്നെ പുതുക്കണമേ, വിശുദ്ധിയിലാത്മാവിനെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും കർത്താവിൽ അനന്യരായി കാണപ്പെടണം. നമ്മൾ ആത്മാവ് പ്രാണൻ ദേഹം അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അനന്യമായി കാണപ്പെടേണ്ടതിനായി കർത്താവ് സ്തോത്രം. നാം ഈ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ആത്മാവിലെ 10 അംശങ്ങൾ, ദേഹിയിലെ 5 അംശങ്ങൾ, ദേഹത്തിലെ 5 അംശങ്ങൾ, 10 ഇങ്ങനെ 20 അംശങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ട് അന്യമായി കാണപ്പെടണം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കേട്ട കാര്യങ്ങൾ. കർത്താവ് സ്തോത്രം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ അറിവ്, നമ്മുടെ മനസ്സിലാക്കുന്ന അനുഭവങ്ങൾ, ഓർമ്മകൾ, വിചാരങ്ങൾ, നമ്മുടെ അന്വേഷണം, നമ്മുടെ ധ്യാനം, നമ്മുടെ ആലോചന, സങ്കല്പം, ഇവ 10 കാര്യവും ദൈവത്തിന് പ്രകാരം ഉപയോഗിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് അന്യമായി ഉപയോഗിക്കാതെ ദൈവത്തിന് ഉപയോഗിക്കുന്നുവെങ്കിൽ ആത്മാപൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടതായി കാണാൻ തീരും. അതുപോലെ നമ്മുടെ ദേഹിയിൽ ഉൾപ്പെട്ടതായ 5 അംശങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, രാഗമോഹങ്ങൾ, നമ്മുടെ തിരഞ്ഞെടുപ്പ്, സ്വഭാവം, ദൈവത്തിന് പ്രകാരമായിരിക്കാൻ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ദേഹി വിശുദ്ധീകരിക്കപ്പെട്ടതായി കാണേണ്ട തീരും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള 5 അംശങ്ങൾ കർത്താവ് സ്തോത്രം. എന്താണ്? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. കർത്താവ് സ്തോത്രം. നമ്മുടെ കണ്ണിനെ നാം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ചെവി, നമ്മുടെ നാക്ക്, മൂക്ക്, ത്വക്ക്, നമ്മുടെ ശരീരങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് ഇത് പ്രകാരം ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് ശരീരം നമുക്ക് അന്യരായി കാണപ്പെടാൻ കഴിയും. ആ അനുഭവത്തിലേക്ക് നമ്മെ എല്ലാ തീകളിലായി സ്തോത്രം ചെയ്യാം.
സ്വോത്രം 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 സ്വോത്രം. ഈ സന്ധ്യാസമയവും നമ്മുടെ അറിയിപ്പാൻ ദേവദാസിനെ സഹായിച്ചതിന് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ഈ ക്ലാസ് ഇവിടെ കൂടപ്പെട്ടതായ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും മാതാപിതാക്കൾക്കും എല്ലാം അനുഗ്രഹവും ആത്മീയവർത്തിന് കാരണമായി തീരുവാൻ ദൈവ സഹായിക്കണമായി വേണ്ടി സ്തോത്രം ചെയ്യാം. ദൈവം ആഗ്രഹിക പൂർണ്ണതയ്ക്കാൻ എല്ലാവർക്കായി വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. കേട്ടതായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം അകറ്റി ജീവിച്ച് ഒരുക്കപ്പെടുന്ന എല്ലാ സഹായികളായി വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. നമുക്ക് ഏറ്റവും സഹായിക്കണനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. 2 ദിവസത്തെ ജീവിത ക്യാമ്പിനെ കർത്താനുഗ്രഹം നടത്തുന്ന കൈകളെ ഉയർത്തി ശബ്ദമായി സ്തോത്രം ചെയ്യാം. സ്വോത്രം. കടന്ന എല്ലാ ദൈവമക്കളെയും കർത്താൻ അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. ഇത് വേൽക്കാലം പോലുള്ള സെൻറ്ററുള്ള യുവതി യുവക്കന്മാരെ കൊണ്ടുവന്നു. അവർ മടങ്ങി പോയിരിക്കുന്നവരെ എല്ലാതെയും കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. തുടർന്ന് നമ്മുടെ യുവജനങ്ങളെ എല്ലാതെയും സമർത്ഥി അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും ഇതുപോലെ യുവതി യുവക്കന്മാരുടെ പ്രത്യേക മീറ്റിംഗ് നടത്തണമെന്ന് ചീഫ് മാസ്റ്റർ അറിയിച്ചിരിക്കുകയാണ്. മെനയാതൊരു സർക്കാർ വരികയുണ്ടായി. എല്ലാ ആഴ്ചയിലും അതാത് ലോക്കലിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി അവരെ ഉത്സാഹിപ്പിക്കണം. എല്ലാവരും ഉത്സാഹമുള്ള ദിവസഹായികളെ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. കുഞ്ഞുങ്ങളെല്ലാം ആത്മീയ ശ്രേഷ്ഠതയിലൂടെയാക്കണനായ സ്തോത്രം ചെയ്യാം. മാനസാന്തപ്പെടാത്തവർ മാനസാന്തപ്പെടേക്കണനായ സ്തോത്രം ചെയ്യാം. സ്നാനമേൽക്കാത്തവർ സ്നാനമേൽക്കടയാക്കണനായ സ്തോത്രം ചെയ്യാം. അഭിഷേകരാക്കിയവർ അഭിഷേകത്താന്തരപ്പെടേക്കണനായ സ്തോത്രം ചെയ്യാം. പുസ്തകോപദേശകടയാക്കണനായ സ്തോത്രം ചെയ്യാം. ദൈവാഗ്രഹപൂർണ്ണതയ്ക്ക് എല്ലാവരും ഒരുക്കണനായ സ്തോത്രം ചെയ്യാം. അധ്യാപകരെ എല്ലാവരും അനുഗ്രഹിക്കണനായ സ്തോത്രം ചെയ്യാം. മാതാപിതാക്കളെ അനുഗ്രഹിക്കണനായ സ്തോത്രം ചെയ്യാം. ശിഷ്യരെല്ലാവരും അനുഗ്രഹിക്കണനായ സ്തോത്രം ചെയ്യാം. മടങ്ങി പോകുന്ന യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണനായി സ്വതന്ത്രം സ്വതന്ത്രം. കടക്കാൻ തടസ്സമായ പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചികമായ പ്രവർത്തികളെ ജയിച്ച് ജയാളികളാത്തി എല്ലാവരും സഹായിക്കണനായ വീട് സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. ഇപ്പോൾ കടന്നു പോകുന്ന മക്കളോടുകൂടെ ഇരിക്കണനായ സ്തോത്രം ചെയ്യാം. വാഹനങ്ങളിലെല്ലാം സൂക്ഷിക്കണനായ സ്തോത്രം ചെയ്യാം. തുടർന്ന് പ്രാർത്ഥിവർക്കും സഹായിക്കണനായ സ്തോത്രം ചെയ്യാം. എല്ലാത്തിലും മഹത്വമാക്കണനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ഈ ആടിന്റെ അവസാനത്തിനും അവസാനിക്കും മുമ്പ് തന്നെ നാം പ്രാപിക്കണം എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് പുതിയ കൃപയോട് പുതിയ വിഷയത്തിൽ പുതിയ പുതിയ ബലത്തോട് പുതിയ വർഷത്തിൽ പ്രവേശിക്കാൻ നമ്മെല്ലാം സഹായിക്കണനായി വേണ്ടി സ്തോത്രം ചെയ്യാം. നാം എല്ലാത്തിനും മഹത്വമാക്കണനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. പിതാവാദയത്തിനായി സ്വോത്രം. സ്വോത്രപുത്രനായ യേശുക്രിസ്തുവിനായി സ്വോത്രം. സ്വോത്രപരിശുദ്ധാത്മാവാദയത്തിനായി സ്വോത്രം സ്വോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ 2 ദിവസങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്നു കർത്താവേ ആലയത്തിൽ കൂടി വരുവാനും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും വിവിധങ്ങളായ അനുഭവങ്ങളിൽ കൂടെ സ്വർഗീയമായ സന്തോഷം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും ദൈവജനങ്ങൾക്കും ശുശ്രൂഷകർക്കൊക്കെ ഇങ്ങനൊരവസരം ദൈവമൊരുക്കി തന്നതിനായി സ്തോത്രം. ആരംഭിച്ച സമയം മുതൽ ഈ അവസാന നിമിഷങ്ങൾ വരെയും കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ വെച്ച് അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. വിവിധങ്ങളായ അനുഭവത്തിൽ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടു. ശുശ്രൂഷകളിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കുവാനൊക്കെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങളിൽ ചില കുഞ്ഞുങ്ങളെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായി സ്തോത്രം. പുതിയതായിട്ട് കർത്താവെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനും കർത്താവെ സ്തോത്രം കർത്താവിനോട് ചേർക്കപ്പെടുവാനൊക്കെ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. പ്രാപിച്ചതായ അനുഗ്രഹങ്ങളെ അവർ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം അധികം ഭയത്തോടെ ഭക്തിയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിവേളയിലും കർത്താവ് ഞങ്ങളോട് അരുളിച്ച് കർത്താവെ പല ബുദ്ധി ഉപദേശങ്ങൾ കർത്താവെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നൽകിയിരിക്കുന്നു. അവൻ ദൈവസന്നിധിയിൽ ചെയ്തിരിക്കുന്ന തീരുമാനങ്ങളെ പാലിച്ചുകൊണ്ട് വിടുവിക്കപ്പെടേണ്ടതായ എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ട് കർത്താവെ പൂർണ്ണമായിട്ട് എല്ലാവിധത്തിലും ഒരു അറിവോടുകൂടെ ജ്ഞാനം പ്രാപിച്ച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയായ പാതയിൽ കൂടെ യാത്ര ചെയ്ത് ജീവന്റെ വഴിയിൽ ചെന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ കർത്താവെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കുവാൻ
എല്ലാവരെയും ഒരുക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയുള്ള കരം കൂടെ ഇരിക്കണം. കർത്താവ് ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ശുദ്ധന്മാരെല്ലാവരെയും വിവിധങ്ങളായ അനുഭവത്തിൽ ദൈവം ശക്തീകരിച്ചതിനായി സ്തോത്രം, കൃപ നൽകിയതിനായി സ്തോത്രം. ഇനി കർത്താവ് ഇതിൻ്റെ മക്കൾ കടന്നു പോകുന്നു. എല്ലാവരുടെയും യാത്രകളിൽ ദൈവം കൂടെ ഇരിക്കണമേ. വാഹനങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണം. ആപത്തുകൾ അനർത്ഥങ്ങൾ കൂടെ കാക്കണം. കർത്താവിൻ്റെ തേജസ്സിൻ്റെ ദിവസത്തിൽ തേജസ്സോടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഒരുക്കണമേ. അവിടുത്തെ പരിശുദ്ധനാമം മഹത്വപ്പെടുത്തണം. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞുമഴയുമായി അയച്ച് എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത് വരവിനായി ഒരുക്കിക്കൊള്ളും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹപരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോടും സകല വിശുദ്ധന്മാരുടെ നമ്മുടെ സദസ്യ പ്രവർത്തനത്തിലും കടന്നു ദൈവകൃപയിലും ഇപ്പിഴിപ്പിലും താഴെ മേഘത്തിലും ഒരുയിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.